തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് വലിയ കൃപകളാൽ നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നല്ലോ. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. കർത്താവ് കൈവിടത്തില്ല. ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ഉയർച്ച തന്നെ പ്രാപിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് എൻ്റെ കൂടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ദിവ്യ ആരോഗ്യവും ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ദൈവപ്രവൃത്തികൾ നമ്മുടെ കൂടെയുണ്ടല്ലോ. ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ കൂടെയുണ്ടല്ലോ. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. വചനചിന്ത ഓർമ്മയുള്ളവരെന്ന് പറഞ്ഞാട്ടെ. എന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. അത് തക്ക സമയമാകുമ്പോൾ പിതാവിനെ അറിയാം. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു അല്ലെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നും ദൈവം നമുക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുമെന്ന് നമ്മൾ കേൾക്കുവാൻ ഇടയാത്ത ദൈവത്തിനൊരു ടൈമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, ആവശ്യമുള്ളപ്പോൾ അത് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ്. ആമേൻ. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ പോകാം. എല്ലാ ദിവസവും കർത്താവിന്റെ വചനം 30 ദിവസം തുടർച്ചയായി പറയാൻ ആരംഭിച്ചവർ ഇപ്പോഴും ഉണ്ടോ? എല്ലാ ദിവസവും പറയുന്നുണ്ടോ? ആമേൻ. അതിന്റെ റിസൾട്ടുകളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാണ്. ഞാൻ ഏൽപ്പിച്ച പലരും അത് ചോദിക്കുന്ന പോലുമില്ല, അവർ മറന്നുപോയെന്ന് തോന്നുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്ന ദൈവമാണ്, സഹായിക്കുന്ന ദൈവമാണ്. നമുക്ക് പിന്നെയും തുടർമാനമായിട്ട് നമുക്ക് കർത്താവിന്റെ വചനം കേൾക്കാം. പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പാകെ എടുക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ അവസാന വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നോക്കിയേ, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹമത്രേ. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നോക്കുകയെ, അപ്പൊ 3 കാര്യങ്ങളെ ബന്ധപ്പെടുത്തി പറയും. ഇവ മൂന്നും നിലനിൽക്കുന്നതാണ്. അതിന്റെ അർത്ഥം ഇത് മൂന്നും ചേരുന്നത് ഇതിനേക്കാൾ വലുതെന്നാന്ന് ചോദിച്ചാൽ സ്നേഹം തന്നെ. നോക്കിക്കേ, വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്. ഇതിൽ വലുതേതാന്ന് ചോദിച്ചാൽ സ്നേഹം അത്ര. അതായത് സ്നേഹമുണ്ടെങ്കിൽ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ പ്രത്യാശയുണ്ട്, സ്നേഹമുള്ളിടത്ത് മാത്രമേ വിശ്വാസത്തിന്റെ വർധനമുണ്ടാകത്തുള്ളൂ. ഞാനിത് പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഉള്ളത്തിൽ പ്രത്യാശയുടെ ശക്തിയെ പറ്റിയാണ്. നമ്മൾ പ്രത്യാശയെ പറ്റി പല ആവർത്തി ദൈവവചനത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിലും, പല ആവർത്തി നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും, പിന്നെയും പ്രത്യാശയിൽ തന്നെ ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് ധ്യാനിക്കുവാൻ സ്വർഗം നമ്മളെ സഹായിക്കുന്നല്ലോ. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ഈ വാക്യം എടുക്കുമ്പോൾ തന്നെ നോക്കിയോണം, 3 കാര്യങ്ങളാണ്. 1, വിശ്വാസം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, നമുക്ക് എല്ലാവർക്കും പ്രത്യാശയുണ്ട്, നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്. ഈ ദൈവത്തിന്റെ സ്നേഹം, ഗലാത്യലേഖനത്തിലെ വാക്യമാണ്, റോമാലേഖനത്തിൽ എനിക്ക് തോന്നുന്നത്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അത്രേ എന്നൊരു വാക്യമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം, അപ്പൊ ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്നേഹം ഉണ്ടെങ്കിലേ ഉള്ളൂ വിശ്വാസമുള്ളൂ അല്ലെ. നിങ്ങളിപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല,
ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ പരസ്പരം വിശ്വാസത്തോടെയാ ജീവിക്കുന്നത്, അല്ലേ? ഇന്നയാൾ എന്നെ വഞ്ചിക്കത്തില്ല എന്നും ഇന്നയാൾ എന്നെ പറ്റിക്കത്തില്ല എന്നും മക്കൾ എന്നെ പറ്റിക്കത്തില്ല എന്നും നമ്മളകത്തൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം എങ്ങനെയാ വന്നെന്ന് ചോദിച്ചാൽ സ്നേഹത്തിൽ നിന്നുണ്ടായതാ, അല്ലേ? സ്നേഹത്തിൽ നിന്നുണ്ടായതാണ് വിശ്വാസം. ഞാൻ ഇന്നാളത് പറഞ്ഞായിരുന്നു. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു മുതലാളി അല്ലെങ്കിൽ അതിന്റെ ഓണർ, അതിന്റെ മേലധികാരി, MD എന്തു ആയിക്കോട്ടെ, ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നതിന്റെ കാരണം സ്നേഹമല്ല. ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിലെ ആ വ്യക്തി നിങ്ങളോട് പറയും, നിങ്ങൾ ഭയങ്കര, ഞാൻ നിങ്ങളെ വിശ്വസിക്കുക കേട്ടോ, വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം സ്നേഹമല്ല. പകരം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങളുടെ കുറേ അഡ്രസ് പ്രൂഫുകളെ, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുകളെ, നിങ്ങളുടെ റെഫറൻസുകളെ ഇതെല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം നിങ്ങളെ അവിടെ ജോലിക്കെടുത്തിരിക്കുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്, ഞാൻ നിങ്ങൾ ഇതെല്ലാം ഏൽപ്പിക്കുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം കുറെ കഴിയുമ്പോഴേക്കും അവിടുത്തെ ഓണർ ആദ്യം നിങ്ങൾ ട്രെയിനിങ് എല്ലാം കഴിയുമ്പോഴേക്കും അവർ നിങ്ങളെ പലതും ഏൽപ്പിക്കും, അല്ലേ? ചിലപ്പോൾ അതിന്റെ ഓണർ ചിലപ്പോൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ചിലപ്പോൾ പുള്ളി എങ്ങോട്ടിലേക്ക് പോയെന്നിരിക്കും. അത് സ്നേഹബന്ധത്തിലല്ല, പകരം നിങ്ങളെ അദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു അഡ്രസ് പ്രൂഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെഫറൻസോ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ ഉണ്ടാകുന്ന വിശ്വാസം ഈ ഒരു വിശ്വാസമല്ല, റെഫറൻസോ അല്ലെങ്കിൽ എന്താ പറയുക അഡ്രസ് പ്രൂഫോ വെച്ചുള്ള ബന്ധമല്ല. അവിടെ ഉണ്ടാകുന്നത് സ്നേഹത്താലുള്ള ബന്ധമാണ്. എന്നാൽ ദൈവവുമായിട്ട് നമുക്ക് ബന്ധം വരണമെങ്കിൽ ഇവിടെ നമുക്ക് ദൈവം നിങ്ങളുടെ റെഫറൻസ് ചോദിക്കുന്നില്ല, ദൈവം നമ്മുടെ നിന്ന് ഒന്നും മേടിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ സ്നേഹം, റോമർക്കെഴുതിയ ലേഖനമാണെന്ന് എനിക്ക് തോന്നുന്നത്, റോമാലേഖനത്തിൽ 5-ാം വാക്യത്തിൽ എനിക്ക് തോന്നുന്നത്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധയാത്മാവിനാലല്ലോ എന്നൊരു വാക്യമുണ്ട്. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ഒരു സ്നേഹത്തെ പകർന്നു വന്നു. ഈ സ്നേഹത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വചനമെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ബ്രദർ, ആ വചനം കേട്ടപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര ഒരു വിശ്വാസം വന്നതിൻ്റെ കാരണം ആ വിശ്വാസം പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം സ്നേഹത്തിൻ്റെ അകത്താണ്. ആ സ്നേഹബന്ധത്തിൻ്റെ അകത്തു നിന്നുണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നത്. ഇനി ഞാൻ മറ്റൊരു പ്രത്യാശയിലേക്ക് നമ്മൾ ഇന്ന് കയറാൻ വേണ്ടി പോവാണ്. പ്രത്യാശയിലേക്ക് നോക്കിക്കേ. അപ്പൊ എന്താണ് പ്രത്യാശ? പല ആവർത്തി നമ്മൾ പ്രത്യാശയെ പറ്റി എടുത്തു. ഞാൻ എൻ്റെ ഫോണിൽ നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, ഈ നമ്മുടെ പ്രെയർ ടൈമാണ് ഇന്ത്യൻ സമയം 9 മണി മുതൽ. അപ്പം ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ നേരത്തെ മെസ്സേജ് കണ്ടിട്ട് ചിലപ്പം അവർ വിളിക്കുന്നതായിരിക്കും. പലരും വിളിക്കാറുണ്ട്. ഈ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് വിളിക്കുന്നവരുണ്ട്, അല്ലാതെ ഈ പ്രാർത്ഥന കഴിയുമ്പോഴേ വിളിക്കാൻ നിൽക്കുന്നവരുണ്ട്. 2 കൂട്ടരുണ്ട്. റോമാലേഖനം 5:5 അല്ലേ, സൂസൗര്യ പറഞ്ഞു ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ കോൾ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ചില കോൾ എടുത്തിട്ട് ഞാൻ പറയും ഞാൻ പ്രെയറിലാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കും, ഈ സമയത്ത് വിളിക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാർത്ഥനയുടെ സമയമാണെന്ന് ഞാൻ പറയും. എന്നാൽ ഒരു സഹോദരി എല്ലാ ദിവസവും വിളിക്കും, എല്ലാ ദിവസവും എന്നെ ആ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ കോൾ എടുത്തിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ കൊച്ചിൻ്റെ വിഷയമാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാർത്ഥന വിഷയം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ സിസ്റ്ററെ, കർത്താവ് അത്ഭുതം ചെയ്യും, വചനമൊക്കെ പറഞ്ഞ് അവരെ ബലപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം പ്രവർത്തിക്കും, ധൈര്യമായിട്ടിരിക്കും. പിറ്റേ ദിവസം എന്നെ വിളിച്ചു. അപ്പം ഞാൻ മെസ്സേജ് അയച്ചു, കർത്താവ് അത്ഭുതം ചെയ്യും. പിറ്റേ ദിവസം വിളിച്ചു. എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ചിലർക്ക് ദേഷ്യമാണ്, ബ്രദർ ഈ പ്രാർത്ഥനാ വിഷയം പറയാൻ വേണ്ടി വിളിക്കരുതെന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ സെക്കൻഡ് മുതൽ നിങ്ങൾ വിശ്വസിച്ചോണം. ചിലപ്പോൾ നമുക്ക് ഒത്തിരി ഭാരം വരുമ്പോൾ നമുക്ക് ചില പ്രാർത്ഥന സപ്പോർട്ട് ആവശ്യമാണ്. ഇത് ദിവസവും എന്ത് ചെയ്യും? വോയിസ് റെക്കോർഡ് അയക്കും, ഒന്ന് കോൾ ചെയ്യും. ഇനി കോൾ ഞാൻ എടുത്തില്ലെങ്കിൽ ഒരു വീഡിയോ കോളും കൂടെ ചെയ്യും. അപ്പൊ ഞാൻ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, സഹോദരി മെസ്സേജ് അയക്കരുതേ, ഈ സമയത്ത് വിളിക്കരുതേ. അപ്പൊ അനുദിനം ഒരേ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുക. ദിവസം 24 ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് 24 മണിക്കൂർ കൊണ്ട് അടുത്ത പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ച് നിരന്തരമായി 3-4 മാസം ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ അവിടെ സംഭവിക്കുന്ന അറിയാവോ? അവിടെ വിശ്വാസം ഇല്ല. എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ബ്രദറിന്റെ യൂട്യൂബിലെ പ്രാർത്ഥന വല്ലപ്പോഴും കേൾക്കുന്ന ആളാണ്, എപ്പോഴും കേൾക്കാൻ പറ്റത്തൊന്നുമില്ല, വല്ലപ്പോഴും കേൾക്കുന്ന ആളാ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ വല്ലപ്പോഴും കേൾക്കുന്നവരുടെ അകത്ത് പലപ്പോഴും സംഭവിക്കുന്ന ചില കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടോ എന്ന് വെച്ചാൽ വിശ്വാസം ഇല്ല.
ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞത് വിശ്വാസമില്ല. വിശ്വാസമില്ല എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു തരാം. ഒരു വാക്ക് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഓടി വരാവേ. ശ്രദ്ധിച്ചോണേ. സങ്കീർത്തനം 42:5. എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നു. ഓക്കെ, അപ്പൊ ബൈബിൾ പറയുന്നത് എന്റെ ആത്മാവേ, സങ്കീർത്തനക്കാരൻ പറയാണ്, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുക, സങ്കടപ്പെട്ട് വേദനിക്കുക. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ്, നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. എന്റെ അർത്ഥം എന്തുവാ? നിന്റെ വിഷാദം മാറും, നിന്റെ ഞെരക്കം മാറും. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ നിന്റെ പ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നോക്കി, എന്നിട്ട് പറയാണ്, എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതത്തിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കും. അപ്പൊ ആത്മാവിൽ ഒരു ഞെരക്കമുണ്ടായപ്പോൾ, ഒരു വിഷാദമുണ്ടായപ്പോൾ സങ്കീർത്തനക്കാരൻ സ്വന്തമായിട്ട് പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അപ്പൊ പ്രത്യാശ എന്ന് പറയുന്നത്, എൻ്റെ ഉള്ളത്തിൽ ഞെരക്കവും വിഷാദവും ദുഃഖവും വരുമ്പോൾ എന്താണ് പ്രത്യാശയുടെ പങ്ക്? അപ്പോൾ ഒരാൾക്ക് പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനപ്പോൾ ഈ അർത്ഥം ഇങ്ങനെ തപ്പി പോയ വഴിക്കാണ് ഞാൻ ഈ സങ്കീർത്തനം 142 എഴുതിയിരിക്കുന്നതിൻ്റെ എബ്രായർ പദത്തില് ആ ഒരു വാക്കിന്റെ പ്രത്യാശ എന്ന് കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് തപ്പിപ്പോൻ ഇടയായി തീർന്നു. അപ്പൊ ആ വാക്കിന്റെ പ്രത്യാശ എന്ന വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, യൗച്ചാൽ എന്ന് പറയുന്ന ഒരു എബ്രായർ പദമാണ്. ഞാൻ ചിലപ്പോൾ പറയുന്ന വാക്കുകൾ ചിലപ്പം നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ വ്യത്യാസം വന്നായിരിക്കും. അവിടെ കൊടുത്തേക്കുന്ന എബ്രായർ വാക്ക് ഇതാണ്, യൗച്ചാൽ എന്നൊരു വാക്കാണ്. യൗച്ചാൽ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്ന വാക്കിന്റെ അർത്ഥം ടു വെയിറ്റ്. ടു വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയോ? ടു വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തേക്കുന്ന വാക്ക് ഇതാണ്, ടു വെയിറ്റ്. എന്തായിരിക്കും? കാത്തിരിക്കുക. ടു വെയിറ്റ്, കാത്തിരിക്കുക. അപ്പൊ സങ്കീർത്തനക്കാരന്റെ ഉള്ളത്തിൽ എന്തോ ഒരു നിരാശ അകത്തോട്ട് കയറിയപ്പോൾ പെട്ടെന്ന് ഞാൻ ആ എബ്രായർ പദത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും മലയാളം കൂടെ ഒരുമിച്ച് പറയുകയാണ്, നീ കാത്തിരിക്കുക. അപ്പം അവന്റെ ആ ഉള്ളത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. എന്തോ കാര്യം നമുക്കറിയത്തില്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയപ്പോൾ പ്രത്യാശ വെക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ കാത്തിരിക്കുക. അപ്പൊ ഇതെന്റെ ഉള്ളത്തിൽ വരുന്നില്ല. അപ്പൊ ഒരു വിശ്വാസിക്ക് വിശ്വാസം ഉണ്ടോ എന്നറിയാൻ എന്നാ വഴിയെന്നറിയാവോ? വിശ്വാസിക്കകത്ത് പ്രത്യാശ വരുമ്പോഴാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾ പറയത്തില്ല, ബ്രദറെ എനിക്കറിയത്തില്ല ഞാൻ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്ന്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് എന്നറിയാൻ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരാം. എത്രത്തോളം നിങ്ങളുടെ അകത്ത് ഉറപ്പുണ്ട്. ടു വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ബ്രദറെ എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എൻ്റെ ഉള്ളം പറയുന്നു, എന്തായാലും എനിക്കത് കിട്ടും. എൻ്റെ മനസ്സ് പറയുന്നു, മനസ്സ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ആ വിഷയം നടക്കും, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? അതോ നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഉള്ളത്തിൽ വിഷാദിച്ച് ഞെരുങ്ങി നിൽക്കുവാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ അകത്ത് വിശ്വാസം പ്രവർത്തിക്കുന്നില്ല. വിശ്വാസം പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്തുണ്ടാകും? ടു വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവും. കാത്തിരിക്കാൻ പറ്റും. അയ്യോ എനിക്കറിയത്തില്ല ബ്രദറെ, സംഭവം കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നത്. അതിൻ്റെ അർത്ഥം ഫെയ്ത്ത് പോയി. വിശ്വാസം പോകുമ്പോൾ പ്രത്യാശയും പോകും. പൗലോസ് പറഞ്ഞ വാക്കുകൊണ്ടോ, വിശ്വാസം ആദ്യം പറഞ്ഞു, പ്രത്യാശ പറഞ്ഞു, പക്ഷെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു സ്നേഹം. ഇതൊരു അടിസ്ഥാനമാണ്. ഇതില്ലെങ്കിൽ ഇത് രണ്ടുമില്ല. ഇതിനേക്കാൾ വലുതോ സ്നേഹം അത്ര. ആമേൻ. അപ്പൊ എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ സ്നേഹമാണ്. ഇപ്പൊ ഞാൻ പറയാം, പിശാചിന്റെ പ്രത്യേകം, ഞാനിപ്പം താമസിക്കുന്നതിന്റെ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ പബ്ലിക്കായിട്ട് സാത്താൻ വർഷിപ്പുകാർ ആരാധിക്കുന്ന സ്ഥലമുണ്ട്. അവർ നമ്മളിങ്ങനെ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞ് ആരാധിക്കുന്ന പോലെ തന്നെ അവർ പബ്ലിക്കായിട്ട് വന്ന് ആരാധിക്കുന്ന സ്ഥലം. ആരും ഒന്നും പറയത്തൊന്നുമില്ല. ഇവിടെ നിയമപ്രകാരം അവർക്കും ആരാധിക്കാം. അവർക്ക് ആരാധനയുണ്ട്. അവർക്ക് എന്താ പറയുന്നത്, സാത്താനെ ഉയർത്താനും സാത്താനെ ആരാധിക്കാനും ഒരു പ്രശ്നവും ഇല്ല. ഇവിടുത്തെ ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. അവരുടെ രീതിയിൽ എന്ത് ചെയ്യുന്നു, അവരുടെ വീടുകളിലൊക്കെ എന്ത് ചെയ്യുന്നു, സാത്താന്റെ എംബ്ലം വെക്കുന്നു, സാത്താന്റെ ആരാധനക്കാരുടെ രൂപങ്ങളും എല്ലാവരും വെക്കുന്നുണ്ട്. അവർ ദേഹത്ത് അച്ചുകുത്തി നടക്കുന്നു. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. എന്താണ് സാത്താനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം?
സാത്താനും ദൈവം തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു. നമുക്കറിയാം മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോഴേക്കും മോശയോർത്ത് മോശ മാത്രമാണ് അത്ഭുതം ചെയ്യുന്നയാളെന്ന് ദൈവത്തിന്റെ. പക്ഷെ മോശ ചെയ്ത ഒരത്ഭുതം ഒഴിച്ചു ബാക്കിയെല്ലാം ഫറവോന്റെ മന്ത്രവാദികളും ചെയ്തു. നോക്കിക്കേ, പൗലോസ്ലീഹ ഓർത്ത് പൗലോസ്ലീഹ മാത്രമാണ് പ്രവാചകൻ. അല്ല, അവിടെ വെളിച്ചപ്പാടത്തെയും പ്രവചിക്കുന്നുണ്ട്. നോക്കിക്കേ, അവിടെ മന്ത്രവാദം ചെയ്യുന്നത് ഫിലിപ്പോസ് ചെല്ലുന്ന സമയത്ത് അവിടെ മന്ത്രവാദികളുണ്ട്, ദുർമന്ത്രവാദം ചെയ്യുന്നവരുണ്ട്. അപ്പം അത്ഭുതങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. എന്താണ് ദൈവവും പിശാചും തമ്മിലുള്ള വ്യത്യാസം? രണ്ടുപേരുടെയും ബേസ് വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ ബേസ് സ്നേഹമാണ്, പിശാചിന്റെ ബേസ് സ്നേഹമല്ല, ക്രൂരതയാണ്, പാപമാണ്, നാശമാണ്, നാശയോഗ്യൻ അവൻ പറയുന്നത്. അവൻ ഇപ്പൊ ആരാധിക്കുന്ന ആൾക്കാരുടെ അവൻ ഒത്തിരി പ്രവൃത്തി ചെയ്തു കൊടുക്കും. കുറയുമ്പോഴേക്കും അവരെ അവൻ നശിപ്പിക്കും. അവനെ കുറെ കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും? അവൻ കൊണ്ടുപോയി നശിപ്പിക്കും. ഇതാണ് അവന്റെ പരിപാടി. നോക്കിയേ, സാത്താന്റെ ആരാധനയ്ക്ക് പോകുന്ന ഒട്ടുമുക്കാൽ ആൾക്കാർ അവസാനം ഒന്നെങ്കിൽ ഭ്രാന്തായി പോവും, അല്ലെങ്കിൽ അവർ ജീവൻ ഒടുക്കും. പക്ഷെ ദൈവത്തിന്റെ കൂടെ പോകുന്നവരോ അവർ ജീവനിൽ വാഴും. അവർ മുടിഞ്ഞു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. അവർ ബൈബിൾ പറഞ്ഞ ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇതാ വ്യത്യാസം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എന്തുവാ? സ്നേഹം. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. സ്നേഹത്തിന്റെ പ്രത്യേകത വിശ്വാസത്തിൽ എന്നെ നിർത്തും. ഉദാഹരണമായിട്ട് പറയുകയാണെ, സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, നമ്മുടെ വീട്ടിലെ ഒരു നാട്ടുഭാഷ പറയണേ, ഈ ചിലർ പറയാറുണ്ട്, ഈ സ്നേഹിച്ച് നമ്മൾ ചില വീട്ടിലൊക്കെ ഇങ്ങനെ ഈ കോഴിയും താറാവിനൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ആടും കോഴീനൊക്കെ വളർത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചിലർ പറയും, അപ്പം അതിന് നന്നായിട്ട് ഇങ്ങനെ ഇറച്ചിഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് കണ്ടു നിൽക്കുന്നവർ പറയും, ഓ ഇപ്പം അതിനെ വെട്ടാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്നാ കാശ് കിട്ടും അല്ലേ. പക്ഷെ നിങ്ങൾ ചില എന്നോട് എനിക്കറിയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, അവർ ഇറച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വളർത്തിയത്. അതിനെ ആഹാരം എല്ലാം കൊടുത്ത് തീറ്റി പോറ്റി വളർത്തി കഴിഞ്ഞപ്പോഴേക്കും അവസാനം ആൻറ്റി പറയുക, ബ്രദർ എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല. കാര്യം എന്നറിയാവോ? അതിനെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയപ്പോൾ അതിനെ നശിപ്പിക്കുവാൻ തോന്നുന്നില്ല. കശാപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് മേടിച്ചതും വളർത്തിയതും ഒക്കെ, പക്ഷെ കശാപ്പിന് കൊടുക്കാൻ തോന്നുന്നില്ല. ഒരു ബന്ധം അവിടെ ഉണ്ടായി. അപ്പൊ സ്നേഹമുള്ളോടത്ത് നാശമല്ല, സ്നേഹമുള്ളോടത്ത് സംരക്ഷണമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന നോക്കിക്കേ, എൻ്റെ ആത്മാവെ, സ്വന്തമായിട്ട് പറയുക, എൻ്റെ ആത്മാവെ നീ എന്തിനാണ് വിഷാദിച്ച് ഞെരുങ്ങുന്നത്? നീ ദൈവത്തിൽ പ്രത്യാശ വെക്ക്. ടു വെയിറ്റ്, നീ കാത്തിരിക്ക്. ഇന്ന് നീ വിഷമിക്കുന്ന വിഷയത്തെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നിനക്കത് ചെയ്തു തരും. ഇന്ന് നീ അത് കാണുന്നില്ല, അതുകൊണ്ടാ നിനക്ക് ഞെരുക്കം. ഇന്ന് നീ അത് കാണുന്നില്ല, പക്ഷെ ടു വെയിറ്റ്, നീ കാത്തിരിക്കുക, അത് വരാൻ പോവാ. അപ്പൊ ഇന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളം പറയും കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. ഇതാണ് പ്രത്യാശ എന്ന് പറഞ്ഞാൽ, വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി എൻ്റെ ഉള്ളം ഉറപ്പ് തരുന്നു. എൻ്റെ ചുറ്റുവട്ടം ഒരു ഉറപ്പുമില്ല. എൻ്റെ സാഹചര്യം നോക്കിയാൽ എൻ്റെ ദൈവമേ, ഇത്രയും കിടന്ന് ഞാൻ തലകുത്തി മറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ. പക്ഷെ മനസ്സ് പറയുന്നു ദൈവം ചെയ്യും. ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ വരുന്നുണ്ടോ അതോ ഇല്ലേ? ഇപ്പൊ നമുക്ക് നോക്കാം, വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന്. ആർക്കെങ്കിലും അങ്ങനെ വരുന്നുണ്ടോ? ഉറപ്പ് വരുന്നുണ്ടോ? ഉണ്ട്, വരുന്നുണ്ട്. എനിക്ക് വരാറുണ്ട്, എനിക്ക് വരുന്നുണ്ട്. ആമേൻ. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നിരാശപ്പെടാറില്ലേ? പ്രത്യേകിച്ച് വിശ്വസിക്കുന്ന എത്രയോ പേര്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ബോഡി ബിൽഡറെ പോലെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്നൊന്നുമല്ല. നമുക്ക് നിരാശകൾ വരും, സങ്കടങ്ങൾ വരും, പെറുപെറുപ്പ് വരും, മനസ്സ് തണുത്തു പോകും. പലപ്പോഴും കർത്താവേ നീ എന്നാണ് എന്നോട് മൈൻഡ് ചെയ്യാത്തതൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോഴേക്കും ഇത് ഇട്ടേച്ച് പോകാൻ പറ്റുന്നില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുമില്ല, സൂം പ്രയറിൽ കയറുന്നുമില്ല. പക്ഷെ 9:15 നിങ്ങളല്ലേ ആദ്യം കയറി വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉച്ചവരെ എന്നാ പറഞ്ഞത്? ഓ ഇനി ഞാൻ എന്നാ പ്രാർത്ഥിക്കാൻ, എനിക്കിനിയിപ്പോൾ കേൾക്കാനൊന്നുമില്ല. പക്ഷെ 9:15 ആദ്യം ക്ലിക്ക് ചെയ്ത് ചാടി വരുന്ന നിങ്ങളായിരിക്കും. അതിന്റെ കാര്യം എന്നറിയാം, ഉള്ളത്തിൽ ഉണ്ട് ടു വെയിറ്റ്. നിങ്ങളെ കൊണ്ട് കാത്തിരിപ്പിക്കുന്ന ഒരു വിശ്വാസം അഥവാ പ്രത്യാശ, സ്നേഹം, ഇത് വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നിൽക്കുന്നത് മൊത്തം. മനസ്സിലായോ? ഈ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്തിന്? പ്രത്യാശയിൽ നിൽക്കുവാൻ, വിശ്വാസത്തിൽ നിൽക്കുവാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞു നോക്കിയ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചു ഉള്ളിൽ ഞെരുങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ എപ്പോഴും ഞാൻ പറയും, നമ്മുടെ മനസ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഉള്ളം ഞെരുങ്ങുക, വിഷാദം വരത്തില്ലേ?
ഞാൻ ഭയങ്കര സങ്കടം വരത്തില്ലേ? നമ്മൾ ഭയങ്കരമായിട്ട് ഞെരങ്ങത്തില്ലേ? ഭയങ്കരമായി നിരാശയകത്ത് വരത്തില്ലേ? അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കർത്താവേ ഞാൻ എന്താ പറയുക, മാനസികമായിട്ട് ഇത് വരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മനുഷ്യനായതുകൊണ്ടാണ്. അവിടെയാണ് സങ്കീർത്തനക്കാർ ഓർപ്പിക്കുന്നത്, ഈ പ്രത്യാശ മുറുക്കെ പിടിക്കുക. ഇനി വേറൊരു വാക്യം ഞാൻ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് അതിന്റെ 10-ാം വാക്യത്തിൽ 23-ാമത്തിൽ പറഞ്ഞു, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുക്കെ പിടിച്ചുകൊള്ളുക. വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. നോക്കിക്കേ, വാക്തത്വം ചെയ്ത ദൈവം ആരാണ്? വിശ്വസ്തൻ. ഇതാണ് പിശാചും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. അവൻ വിശ്വസ്തനല്ല. അവൻ ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുന്നവനാ. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറാത്തവനാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാം ദൈവമാണ്. ആമേൻ. അപ്പൊ വചനം പറയുന്നു, നിങ്ങളുടെ പ്രത്യാശയുടെ സ്വീകാര്യം മുറുക്കെ പിടിക്കുക. വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. അടുത്ത വാക്യത്തിൽ പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം, ഞാൻ ആ വാക്യം എടുക്കാം, 5-ാമത്തെ വാക്യത്തിന്റെ 5-ന്റെ 5 പറയുന്നു, ദൈവത്തിന്റെ, നിങ്ങൾ ഈ വാക്യം നോക്കിക്കേ, അപ്പൊ ദൈവം വിശ്വസ്തനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രത്യാശ മുറുക്കെ പിടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം വിശ്വസ്തനാണ്. ഇനി ആരെല്ലാം എൻ്റെ കൂട്ടുപെട്ടിയാലും, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ ഈ ഒരു വാക്യം നമുക്ക് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നോക്കി, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അപ്പം നമ്മളെ ഈ പ്രത്യാശയിൽ നിർത്തുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ എല്ലാ ദിവസവും ഞാൻ ആ സഹോദരി ഒന്ന് വിമർശിച്ച് കുറ്റം പറയുന്നതല്ല. ആ സഹോദരി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരി മനസ്സിലാക്കിയോ, ഞാൻ ഒത്തിരി വോയിസ് റെക്കോർഡ് അയച്ചിട്ട് പോലും പിന്നെയും സഹോദരിക്ക് അത് മനസ്സിലായിട്ടില്ല. സഹോദരി വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എന്നോട് ദേഷ്യപ്പെടല്ലേ. എന്നോട് പറയാം, ബ്രദറെ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ബ്രദറിന് ഞാൻ പ്രയർ റിക്വസ്റ്റ് അയച്ചത്. പ്രയർ റിക്വസ്റ്റ് അയക്കുന്നത് വിശ്വാസം ഉള്ളതുകൊണ്ടൊന്നും അല്ല. നമുക്ക് വേണേ ഇമിറ്റേറ്റ് ചെയ്യാം. വിശ്വാസം ഉണ്ടെങ്കിൽ, ഉദാഹരണം പറയാം, വിശ്വാസം ദൈവം തരുന്നതാ, പ്രത്യാശ ദൈവം തരുന്നതാ, സ്നേഹം ദൈവം തന്നാൽ ഇത് രണ്ടും വരും. ഇപ്പൊ ഞാൻ പറയാ, നിങ്ങൾ നാളെ ആരും സൂം മീറ്റിംഗ് കയറുന്നില്ല, വെച്ച് തീരുമാനിക്കുക, ബ്രദറിന് ഒരു പാഠം പഠിപ്പിക്കാം, ഞങ്ങൾ സൂമിൽ കയറുന്നതുകൊണ്ടല്ലേ ഈ സൂം പ്രയർ നിൽക്കുന്നത്, നാളെ നിങ്ങൾ ആരും കയറുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾ കയറിയില്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ, ദൈവത്തെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ട് ഈ ആയുഷ്കാലമൊക്കെ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ആ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. നിങ്ങൾ കയറുന്നത് കൊണ്ടല്ല ഇവിടെ പ്രാർത്ഥന നടക്കുന്നത്, പകരം ദൈവം നമ്മളെ നിർത്തുന്നത് കൊണ്ടാണ്. ഇവിടെ നോക്കിയേ, പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അതിൻ്റെ കാര്യം എന്നറിയാവോ? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടത് പരിശുദ്ധ ആത്മാവിനാലാണ്. അപ്പൊ മനസ്സിലായോ? നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ കാര്യം എന്നറിയാവോ? സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളത്തിലുള്ളത് കൊണ്ടാണ്. ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? ആ സ്നേഹത്തിന്റെ അകത്തൊരു പ്രത്യാശയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ നന്നായിട്ട് അറക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി, അതായത് അറക്കാൻ വേണ്ടി മേടിച്ച കന്നുകാലിനെ വളർത്തി വലുതാക്കി നന്നായിട്ട് പുല്ലും വൈക്കോലും കൊടുത്ത് അതിനെ മിടുക്കനാക്കി മാറ്റിയതിനു ശേഷം കശാപ്പുകാരൻ വരുമ്പോഴേക്കും കൊടുക്കാൻ തോന്നാത്തതിന്റെ കാര്യം എന്തോ? കൊല്ലാൻ തോന്നുന്നില്ല. അതിന്റെ കാരണം എന്നറിയാമോ? സ്നേഹിച്ചു വളർത്തിയാൽ പിന്നെ കൊല്ലാൻ തോന്നത്തില്ല. കാര്യം സ്നേഹത്തിന്റെ പ്രത്യേകത, അവിടെ ഒരു ബന്ധമുണ്ടായി വരുന്നു. ഈ ബന്ധത്തിന്റെ അകത്താണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് എന്നെ കൈവിടത്തില്ല എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിന്റെ റെഫറൻസ് മേടിച്ചത് കൊണ്ടല്ല. ദൈവം താമസിക്കുന്ന സ്ഥലം എനിക്കറിയാം, ഇനി ദൈവം തന്നില്ലെങ്കിൽ അവിടെ പോയി മേടിക്കാൻ എനിക്കറിയാം എന്നതുകൊണ്ടല്ല. നമ്മൾ അങ്ങനെയല്ലേ, ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴേക്കും ഞാൻ ആദ്യം വർക്ക് ചെയ്ത സ്ഥലത്ത് വെച്ചാണ്, രണ്ടാമത് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ വെച്ചാണ് പരിശുദ്ധാത്മാവിന്റെ സ്പർശനം എനിക്ക് ഉണ്ടാകുന്നത്. ഞാൻ ജോലിക്കിടയ്ക്ക് എന്ത് ചെയ്തു? ഉച്ചയായപ്പോഴേക്കും എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവിടം വിട്ട് പോകുക എന്ന് പറഞ്ഞു. എനിക്ക് തന്നെ അറിയത്തില്ല, എൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. ഞാൻ അവിടുന്ന് ബൈക്ക് ഓടിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി. 3 ദിവസം എങ്ങും പുറത്തിറങ്ങിയില്ല. വീടിൻ്റെ അകത്ത് തന്നെ ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നെ തപ്പി അവിടുത്തെ മാനേജർ വീട്ടിൽ വന്നു. എൻ്റെ വീട് അറിയാവുന്നതുകൊണ്ടല്ലേ വന്നത്. 3 ദിവസം ഞാൻ ഫോൺ എടുക്കുന്ന പറ്റുന്നില്ല. എനിക്ക് എങ്ങും പോകാൻ തോന്നുന്നില്ല, എനിക്ക് എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഇരിക്കുക. എന്നെ തപ്പി അവിടെ വീട്ടിൽ വന്ന്, എന്നാ പ്രശ്നം, വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? അപ്പൊ എങ്ങനെ മനസ്സിലായി എൻ്റെ വീട്? അത് ഓൾറെഡി അവരിൽ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പറ്റിച്ചോണ്ടോ പോയി കഴിഞ്ഞാൽ എന്നെ പിടിക്കാൻ വേണ്ടി ഓൾറെഡി അവരിൽ അഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഞാൻ ചെല്ലാഞ്ഞപ്പം, വിളിച്ചാൽ കിട്ടാത്തപ്പോൾ അവർ തപ്പി വന്നു.
ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഈ അഡ്രസ്സ് കിട്ടി, ദൈവത്തിന്റെ അഡ്രസ്സ് കെയർ ഓഫ് സ്വർഗം ഇന്ന ഫ്ലാറ്റ് നമ്പർ കിട്ടിയത് കൊണ്ടല്ല ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത്. ഞാൻ യേശുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും അല്ലേ, നാം സ്വർഗസ്ഥനായ പിതാവിനെ ഇതുവരെ കണ്ടിട്ടില്ല. പൗലോസിനെയോ പത്രോസിനെയോ ദൂതന്മാരെ കണ്ടിട്ടില്ല. നാം ഇതുവരെ കെരൂബുകളെ കണ്ടിട്ടില്ല. പക്ഷെ ഏത് ഉറക്കത്തിൽ വിളിച്ചാൽ നിങ്ങൾ പറയും യേശു ജീവിക്കുന്നു, അവൻ എന്നെ കൈവിടത്തില്ല. ചോദ്യം, ഇതുവരെ കാണാത്ത ആളെ എങ്ങനെയാ ഇത്രയും വിശ്വസിക്കുന്നത്? കണ്ട ആളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുവരെ ഞാൻ ജീവനോടെ യേശുവിനെ കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ താതന്റെ മുഖം വ്യക്തമായി കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ ദൂതന്മാരെ വ്യക്തമായി കണ്ടിട്ടില്ല. നേരിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ യേശുവെന്ന് പറയുമ്പോൾ ചാടി ഇറങ്ങുന്നത്? നമ്മുടെ ഉള്ളത്തിലേക്ക് ഭയങ്കര ഒരു സ്നേഹം വ്യാപരിക്കുന്നുണ്ട്. കാണാത്ത യേശുവിനെ എല്ലാ ദിവസവും നമ്മൾ വീടിൻ്റെ അകത്ത് കാണുന്നൊരു വ്യക്തിയെ പോലെ വിശ്വസിക്കാൻ പറ്റുന്നതിന്റെ കാരണം എന്നാണെന്നറിയാവോ? അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അകത്തുണ്ടായ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്നേ. നായ്ക്ക് 40 വട്ടം പിശാശു എന്ന് പറയത്തില്ല, നടക്കത്തില്ല 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 നടക്കത്തില്ല. 24 മണിക്കൂറും അവന്റെ സകല സൈന്യവും ആക്റ്റീവായി നിങ്ങളുടെ മനസ്സിലേക്ക് 24 മണിക്കൂറും SMS അയക്കുന്നുണ്ടല്ലോ, ഇതൊന്നും നടക്കാൻ പോകും. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ട് പോകാതെന്നറിയാവോ? ഈ സ്നേഹത്തിന്റെ ശക്തി എൻ്റെ ഉള്ളം പറയുന്നു. എന്തൊക്കെ നെഗറ്റീവുകൾ വന്നാലും മനസ്സ് പറയുക, സകലതും നന്മയ്ക്കായിട്ട് അവൻ കൂടി വ്യാപരിക്കും. ആമേൻ. അപ്പൊ ഈ സ്നേഹത്തിന്റെ അകത്തുണ്ടാകുന്ന പ്രത്യാശയുള്ളത് കൊണ്ടാണ് ഇന്ന് പല കാര്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നടക്കാതെ വരുമ്പോഴും ബൈബിൾ എടുത്തുകൊണ്ട് കളഞ്ഞിട്ട് യേശുവിനെ വിട്ടേച്ച് പോകാത്തതിന്റെ കാരണം ഇന്ന് അത് നടന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ടു വെയിറ്റ്, ഞാൻ കാത്തിരിക്കും. കണ്ടോ, ഞാൻ കാത്തിരിക്കും. ഇതെൻ്റെ അകത്ത് നടക്കുന്നത് കൊണ്ടാണ് ഇന്ന് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മാറ്റം നന്നില്ലെങ്കിലും ഇതെൻ്റെ അവസാനമൊന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച് നടന്നില്ലേ, കുഴപ്പമില്ല, നാളെയും ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ ഈ നാളെയും പ്രാർത്ഥിക്കാൻ നിനക്ക് എവിടുന്ന ഈ ധൈര്യം എന്ന് പിശാച് ചോദിച്ചാൽ പറയണം, നിനക്കില്ലാത്ത ഒരു സ്നേഹം എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. നീ അത്ഭുതം കൊടുത്തിട്ടല്ലേ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നത്? ദൈവം അത്ഭുതം കൊടുത്തിട്ടല്ല എന്നെ നിർത്തിയിരിക്കുന്നത്, പകരം സ്നേഹത്തിന്റെ അകത്താണ് എന്നെ നിർത്തിയിരിക്കുന്നത്. 2 അത്ഭുതം നടന്നില്ലേലും എനിക്ക് പേടിയൊന്നുമില്ല. കാരണം എൻ്റെ ഉള്ളത്തിൽ യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ലോക്ക്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഗലാത്യ ലേഖനത്തിലേക്ക്, റോമലേഖനത്തിലേക്ക്, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ 6 പേര് പിരിക്കും. ഉയരത്തിനോ മരണത്തിനോ ജീവനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും യാതൊന്നിനും ക്രിസ്തു യേശുവിലുള്ള ദൈവസ്നേഹത്തിന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. കാര്യം ഇത് ഭയങ്കര ലോക്കാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കിടന്ന ആൾക്കാർ കോട്ടയത്ത് ബ്രദർ പ്രാർത്ഥന വെച്ചപ്പോഴേക്കും കിട്ടിയ വണ്ടിക്ക് കയറി ഇതുവരെ കാണാത്തൊരു ബ്രദറിനെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ അവിടെ വന്നത് കണ്ടോ? തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് മുതൽ കണ്ണൂർ വരെയുള്ള ആൾക്കാർ, എൻ്റെ ദൈവം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. നിങ്ങൾ അവിടെ നിന്ന് കിട്ടിയ വണ്ടിക്ക് കയറി ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ആദ്യമായിട്ട് എറണാകുളത്ത് വന്നവർ വരെയുണ്ട്, ഒറ്റയ്ക്ക് വന്നവർ വരെയുണ്ട്. അതിൻ്റെ കാര്യം എന്നറിയാവോ? നിങ്ങളെ എന്നെയും ബന്ധിച്ചിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഇത് നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. ഇത് നമ്മളെ വലിച്ചടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ സ്നേഹമല്ല, നമ്മൾ ലോകത്തിന്റെ സ്നേഹമല്ല. ഇതുവരെ കാണാത്ത നമ്മൾ തമ്മിൽ ഇപ്പം എന്നാ ബന്ധമല്ലേ, എന്നെ ബന്ധമാണ്. നിങ്ങൾ എന്നെ വേണമെങ്കിൽ വീട്ടിൽ പിടിച്ച് കിടത്തും അല്ലേ? ഒരു മുൻപരിചയം ഇല്ലാത്ത എന്നെ വേണം വീട്ടിൽ പിടിച്ച് കിടക്കാൻ വേണ്ടി പറയുമല്ല കേട്ടോ. ഒരു സ്നേഹമാണ്, ഒരു ബന്ധമാണ്. ഇത് ദൈവം തന്നതാണ്. ആമേൻ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഈ പ്രത്യാശയുടെ കാര്യമാണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. നോക്കിക്കേ, സങ്കീർത്തനക്കാരൻ പറയുന്നു എന്താണ് ചെയ്തിരിക്കുന്നത്? എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് എൻ്റെ ഉള്ളിൽ ഞെരങ്ങുന്നത് എന്ത്? അപ്പൊ നീ വിഷാദിക്കണ്ട. അപ്പൊ എൻ്റെ ഉള്ളത്തിൽ വിഷാദം വരുമ്പോൾ, എൻ്റെ ഉള്ളിൽ മനപ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെക്കണം. എന്താ പ്രത്യാശ വെക്കണം എന്നറിയാവോ? സങ്കീർത്തനക്കാരൻ പറഞ്ഞ, എബ്രായ ലേഖനക്കാരൻ പറഞ്ഞ വാക്ക് നോക്കിക്കേ, പ്രത്യാശയുടെ സ്വീകാരം. വിശ്വാസം പറയാനല്ല അവിടെ പറയുന്നത്, പകരമോ പ്രത്യാശയുടെ സ്വീകാരം മുറുക്കെ പിടിക്കുക. ഇത് മുറുക്കെ പിടിക്കുക. പ്രത്യാശ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാ? വെയിറ്റ് ചെയ്യണം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കാര്യം. നിങ്ങളിപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് ആ വെയിറ്റർ വന്നിട്ട് ചോദിക്കുക എന്നാ വേണം കഴിക്കാൻ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ എറണാകുളം മീറ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് രാവിലെ അവിടെ നിന്നിട്ട് വൈകുന്നേരം 7:30 7:45 ഞാൻ കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അപ്പം പറഞ്ഞു കിട്ടിയ ഹോട്ടലിൽ വിട്ടോളാൻ പറഞ്ഞു.
ഒന്നും കഴിച്ചിട്ടില്ല, എന്തോ വെള്ളം അതും ഇതൊക്കെ കഴിച്ചിട്ട് നിൽക്കുക. കിട്ടിയ ഹോട്ടലിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി ഹോട്ടലിൽ പോയിരുന്നപ്പോഴേക്കും ഉള്ള സാധനം എല്ലാം ഓർഡർ ചെയ്തു. അച്ഛൻ എല്ലാം ഓർഡർ ചെയ്തൊരു കാത്തിരിപ്പായിരുന്നു ഏറ്റവും വലിയ താമസം. അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റി. ആ ഓർഡർ ചെയ്തത് ഭയങ്കര ഒരു കാത്തിരിപ്പായി പോയി. എന്ത് ചെയ്യാതാ വരുന്നില്ല, വെള്ളം വന്നു, പ്ലേറ്റ് വന്നു, അത് വന്നു, ഇത് വന്നു, ആഹാരം വരുന്നില്ല. വലിയൊരു കാത്തിരിപ്പാണ്. പക്ഷെ എണീറ്റ് പോകാൻ തോന്നില്ല. എണീറ്റ് പോകാൻ മനസ്സ് പറയുമ്പോഴേക്കും ഒരു ചിന്ത, ചിലപ്പോൾ അടുത്തത് എൻ്റെ ആയിരിക്കുമോ. കണ്ടോ, പിന്നെ ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും മനസ്സു, എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഞാൻ പയ്യെ നോക്കി, പോയാലോ വേറെ ഹോട്ടലിലോട്ട് പോകാൻ. ഇങ്ങനെ മനസ്സ് പറയുമ്പോഴും മനസ്സിൻ്റെ അകത്ത് മറ്റൊരു ചിന്ത, ചിലപ്പോൾ അടുത്ത പ്ലേറ്റ് എൻ്റെതായിരിക്കുമോ. ഇതും പ്രത്യാശയാ കേട്ടോ, ഇതും പ്രത്യാശയാ. ഈ ദിവസങ്ങളിൽ മടുത്തു പോകാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? ക്ഷീണം വരും നമുക്ക്, ബൈബിളിൽ പറഞ്ഞു ക്ഷീണം വരും നമുക്ക്, പക്ഷെ മടുപ്പ് വരാത്തതിൻ്റെ കാരണം. മടുക്കുക എന്ന് പറഞ്ഞാൽ ഇട്ടേച്ച് പോവുക. ക്ഷീണമെന്ന് പറയുമ്പോൾ ക്ഷീണിക്കും. പ്രാർത്ഥിച്ച് ക്ഷീണിക്കാറില്ലേ? വിശ്വസിച്ച് ക്ഷീണിക്കാറില്ലേ? പ്രാർത്ഥിച്ച് ക്ഷീണിക്കാറില്ലേ? മടുപ്പെന്ന് പറഞ്ഞാൽ വിരക്തി തോന്നുക. ദൈവത്തോട് ആർക്കെങ്കിലും വിരക്തി തോന്നുന്നുണ്ടോ? ഓ, ഇനി ഞാൻ പ്രാർത്ഥനയില്ല, ദൈവമില്ല, ഒന്നുമില്ല. ഇതാണ് വിരക്തി എന്ന് പറയുന്നത്. ഇത് വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പ്രത്യാശ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയർ, ഇത് മുഴുവനും ഈ വാക്യം നോക്കിയേ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ബൈബിളിൽ ഉണ്ടോ? പ്രത്യാശ മുറുകെ പിടിക്കും. അയ്യോ, ഇന്ന് എന്നാ സംഭവിക്കാഞ്ഞത്? ഈ ഞാൻ പറഞ്ഞ പിശാച് വരുന്നത് എങ്ങനെയാണെന്നറിയോ? അത് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവേ. നിങ്ങൾ ഓർക്കുന്നത് പിശാച് വരുന്നത് വാലും കൊമ്പും വാക്കും നാക്കും മൂക്കും ഒക്കെയാണ് വരുന്നത്. അല്ല, പിശാച് വരുന്നത് നമുക്ക് ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ കയറിയപ്പോൾ വരും. ചിലപ്പോൾ കുടുംബത്തിൻ്റെ അകത്തെ വ്യക്തികളെ അവൻ സ്വാധീനിക്കും. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയെ കൊണ്ട് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, അതെന്നാ നിനക്ക് മാത്രം അങ്ങനെ വന്നത്? അതെന്നാ നിങ്ങളുടെ മാത്രം കേൾക്കാത്തത്? ഒപ്പം നമ്മൾ പറയും, വേറെ ആരാ വഴിയെ പോയ കള്ളുകൂടിയാൻ പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അച്ചായൻ പറഞ്ഞത്, അമ്മ പറഞ്ഞത്, മോൻ പറഞ്ഞത്, മക്കള് പറഞ്ഞത്, ചേച്ചി പറഞ്ഞത്, അനിയത്തി പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം അങ്ങോട്ട് വേദനിച്ചു. ഞാൻ പറഞ്ഞതെന്നറിയാവോ? നമ്മുടെ പ്രത്യാശയെ മുറുക്കെ പിടിക്കാതിരിക്കാൻ പിശാച് അവരുടെ ഹൃദയത്തെ കവർന്നു. ഒരു കുത്ത് തന്നതാ. അപ്പം തിരിച്ചറിയാം, എനിക്ക് മനസ്സിലായി നിന്റെ കളി. എന്നിട്ട് ആ ബൈബിള് നോക്കണം. ഇത് എപ്പോഴും പറഞ്ഞുതരാം. ബൈബിൾ അടുത്ത് എപ്പോഴും വെക്കണം. എന്നിട്ട് കൈ വെച്ചിട്ട് വേണം, ഇതിൻ്റെ അകത്ത് മുഴുവൻ വാഗ്ദത്തവും ചെയ്ത എൻ്റെ ദൈവം വിശ്വസ്തനാണ്, കള്ളം പറയുന്നവനല്ല, ഭോഷ്ക് പറയുന്നവനല്ല, വാറാത്തവൻ, നിലനിൽക്കുന്നവൻ, എന്നേക്കും ജീവിക്കുന്നവനാണ്. അപ്പോഴും ബൈബിൾ മുറുക്കെ പിടിച്ചോണേ. ബൈബിൾ എപ്പോഴും പിടിച്ചോണം. ഇതേപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ബൈബിൾ കെട്ടിപ്പിടിച്ചോണം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. അതെന്നെ ഇപ്പൊ കാണാത്തത് ബൈബിൾ മുറുക്കെ പിടിക്കണം. ഇതിൻ്റെ അകത്തുണ്ട്. ടു വെയിറ്റ്, ഞാൻ കാത്തിരിക്കും. കാത്തിരിക്കാനാ പറയുന്നത് നമ്മളോട്, അല്ലെ? കാത്തിരിക്കണം. ചിലപ്പോൾ അടുത്ത പ്ലേറ്റ് നിങ്ങളുടേതായിരിക്കും. ആ വെയിറ്റർ കൊണ്ടുവരുന്ന ചിലപ്പം ആ കഴിക്കാനുള്ള ആഹാരം നിങ്ങളുടേതായിരിക്കും. അത് കൊണ്ടുവച്ച മനസ്സിലായി, എൻ്റെ അല്ല, അപ്പുറത്തെ പ്ലേറ്റുകാരൻ്റെയാ. അടുത്ത പ്രാവശ്യവും ഞാൻ കാത്തിരിക്കും. കാര്യം എൻ്റെ ഓർഡർ അവിടെ ഉണ്ട്. ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏത് പ്ലേറ്റ് വന്നാലും ഞാൻ വിശ്വസിക്കും, ചിലപ്പോൾ അത് എൻ്റേതായിരിക്കും. ഇതേപോലെ വിശ്വാസി എന്ത് ചെയ്യണം? ബൈബിൾ മുറുക്കെ പിടിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് പ്രത്യാശയുടെ സ്വീകാര്യം. വിശ്വാസം അല്ലട പറഞ്ഞ പ്രത്യാശയുടെ സ്വീകാര്യം മുറുക്കെ പിടിക്കണം. ദൈവം ചെയ്യുമെന്ന്. എവിടെ പോകാനാ? എവിടെ വരെ പോകും? പീഡിച്ച് കേട്ടുവെന്ന് പറയണം നമ്മൾ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താൽ അത് സംഭവിക്കും. ദൈവത്താൽ ഞാനത് കാണും. നന്ദി യേശുവേ, നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം. അപ്പം ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവെ നീ വിഷാദിക്കരുത് കേട്ടോ. വിഷാദിച്ച് ഞെരുങ്ങുമ്പം വിഷാദം വരത്തില്ലെന്നല്ല, കണ്ടോ, വിഷാദമൊക്കെ നമുക്ക് വരും. വിഷാദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയം, ടെൻഷൻ, ഭാരം, ഞെരുക്കമൊക്കെ വരുമ്പം ഓർമ്മപ്പെടുത്തുവാണ്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഇന്ന് കിട്ടിയില്ലേ, നാളെ വരും. ഈ ബ്രദറെ, എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ബ്രദറെ. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം പ്രവർത്തിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണപ്പ. സ്നേഹം നിറയുമ്പോൾ വിശ്വാസം നിറയുമ്പോൾ പ്രത്യാശ നിറയും. നിങ്ങളുടെ പറയാം, സ്നേഹമുള്ളിടത്തേ ഉള്ളൂ വിശ്വാസമുള്ളൂ. നമ്മുടെ വിശ്വാസം റെഫറൻസ് കിട്ടിയിട്ട് വിശ്വസിക്കുന്നതല്ല. ദൈവത്തിന്റെ ഫ്ലാറ്റ് നമ്പർ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതല്ല. പകരം ദൈവത്തിന്റെ സ്നേഹത്താൽ ഞാൻ വിശ്വസിക്കുന്ന ആ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. നമുക്ക് കിട്ടിയതാണ് വിശ്വാസം, നമുക്ക് കിട്ടിയതാണ് പ്രത്യാശ, നമുക്ക് ലഭിച്ചതാണ് സ്നേഹം. ഇതിൻ്റെ അകത്ത് കിടന്നുള്ള പരിപാടി ഇത് മുഴുവനും.
അതുകൊണ്ടല്ല ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥന ക്രമീകരിക്കുമ്പോഴും നമ്മൾ വിശ്വാസത്താൽ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതെല്ലാം നമ്മുടെ കഴിവൊന്നുമല്ല. ആ സ്നേഹം ഇങ്ങനെ നിർബന്ധിക്കുക, നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നേ. ആ വിശ്വാസത്തിന്റെ ഒരു വാക്കങ്ങ് വിളിച്ചു പറ, ഇതെന്റെ ഉള്ളത്തിൽ ഒരു നിർബന്ധം തരുന്നത് കൊണ്ടാണ്. ഓ നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ അല്പനേരം സ്തുതിക്കാം. യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞ്, കർത്താവേ, എനിക്ക് നല്ല ഉറപ്പാ എൻ്റെ രോഗം സൗഖ്യമാകും, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും, എൻ്റെ കടഭാരങ്ങളൊക്കെ നീങ്ങും, എൻ്റെ പ്രതിസന്ധികളൊക്കെ മാറും. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു അത്ഭുതമായി തീരും, ഞാൻ അത്ഭുതമായി തീരും, ഞാനൊരു അത്ഭുതമായി തീരും. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് ഏറ്റാട്ടെ. കർത്താവേ, ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ഇന്ന് യൂട്യൂബിലെ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ പ്രാർത്ഥന ലിങ്ക് ഉണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയി. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ക്ലാര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഒരു നിർബന്ധം തരികയാണ്. ക്ലാര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഇന്ന് ക്ലാരയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു മകളെയാണ് കർത്താവ് എന്നെ കാണിക്കൊണ്ടിരിക്കുന്നത്. ക്ലാരയുമായിട്ട് ബന്ധപ്പെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്നെ കേൾക്കുന്നത്, ഇന്ന് ആ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ കുടുംബത്തിന്, പ്രത്യേകിച്ച് മോൾക്ക് വേണ്ടി ആലോചന സ്വീകരിച്ചു. ക്ലാരയുടെ മോളെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. അപ്പം അനുഗ്രഹത്തെ തുറന്നു പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ പ്രവൃത്തി ഇന്നിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, നന്മയായി തീരട്ടെ. പറയാൻ വേണ്ടിയാണ് എക്സ്ട്രാ മ്യൂട്ട് മാറ്റിയത്. ബ്രദറെ, ക്ലാര എന്റെ അമ്മച്ചിയാണ്. അമ്മയുടെ മോൾ എന്ന് പറയുമ്പോൾ സിസ്റ്റർ അല്ലേ? അതെ അതെ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. ഇന്ന് വലിയൊരു പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക കേട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഞാൻ ഈ കുരിശിൻമൂട്ടിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞു. കുരിശിൻമൂട്ടിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര്, ആ ഒരു വീട്ടുപേര്, ആ കുടുംബം എന്നെ കാണിക്കുന്ന കർത്താവ് ഒരു വാക്ക് പറയും, സകല ശാപത്തിൽ നിന്നും ദൈവം ആ കുടുംബത്തെ വിടുവിക്കാൻ വേണ്ടി പോകുന്നു. കാരണം ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്നെ ഇതിനകത്ത് കേൾക്കുന്നുവെങ്കിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടാകുന്ന പല വിഷയത്തിൻ്റെ പിന്നിൽ ബൈബിളൊരു വാക്യമുണ്ട്. ആ ശാപത്തെ ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സൂമിലാണെങ്കിൽ ഏറ്റെടുത്തു ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. ഇനി യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചു. അതിൻ്റെ സകല കെട്ടുകളെയും കർത്താവ് അഴിക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. സകല പ്രതിസന്ധികളും നീങ്ങട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുന്നപ്പോൾ നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. സകല പ്രതിസന്ധിയിൽ നിന്നും ആ കുടുംബം വിടുവിക്കപ്പെടട്ടെ. അപ്പ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഓ യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. പറയാനുള്ളവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതിയേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പറഞ്ഞു. ഹലോ ബ്രദറെ പറഞ്ഞു. എന്റെ വീടിന്റെ അടുത്ത് കുരിശുമൂട്ടിലുള്ളൊരു വീടുണ്ട്. ആ വീട്ടിലെ മോള് കഴിഞ്ഞ ദിവസം 2 വയസ്സുള്ള കുഞ്ഞ് ആ വീട്ടിലെ വണ്ടി തന്നെ തട്ടി ആ കുഞ്ഞ് മരിക്കാൻ ഇടയായി ബ്രദറെ. അത് ഞാൻ ആ ചേച്ചി എന്നോട് എപ്പോഴും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നതാണേ. അപ്പം അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞോളാം. എന്നാ അതുവരെ കേൾപ്പിക്കണം കേട്ടോ. ഇന്ന് അവരെ കേൾപ്പിക്കണേ. വലിയൊരു ഏതാ ഇനിയും പലതും അവിടെ സംഭവിക്കും സിസ്റ്റർ. അതിന്റെ പിന്നിൽ ഒരു ശാപം മറിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഞാൻ വേഗത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞത്. ഇന്ന് ആ കുടുംബത്തെ അറിയിക്കണം. ഇനിയും അനർത്ഥങ്ങൾ, ദുഃഖവാർത്തകൾ പലതും
അവിടെ കേൾക്കുവാൻ ഇടവരാതെ വണ്ണം യേശു ആ കുടുംബത്തെ വിടിവിക്കും. ദുഷ്ടൻ അപഹരിച്ചു വെച്ചതിൻ്റെ അകത്തുനിന്ന് ദൈവം ആ കുടുംബത്തെ അവരോട് പറയണം കേട്ടോ, നിർബന്ധമായിട്ട് അവരെ കേൾപ്പിക്കണേ. നമ്മുടെ കടമ നമ്മൾ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തോട് പറയണം, കർത്താവ് ഇന്ന് കേൾപ്പിച്ചതാണ്, ആ കുടുംബത്തെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. യേശുവേ നന്ദി കർത്താവ്. പരിശുദ്ധാത്മാവേ അങ്ങ് എല്ലാം അറിയുന്നല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഭവനങ്ങളെ ദൈവമേ അങ്ങ് തൊടുന്നല്ലോ, ഭവനങ്ങളെ അങ്ങ് വിടിവിക്കുന്നല്ലോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രായമായ ഒരു വ്യക്തിയുടെ ഒരു കണ്ണാടിയും, പഴയ ഒരു കണ്ണാടിയും, അതിൻ്റെ അകത്തൊരു കുറേ ഇങ്ങനെ എന്താ പറയുന്നത്, ഈ ചരടയിൽ എന്തോ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് പോലെ ചില സാധനങ്ങൾ ഇങ്ങനെ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു ബോക്സ് ആണ്, അതിലിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയെങ്കിലും ആ കാര്യങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു ശേഷിപ്പ് പോലെ പലതും അവിടെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. ഒരു ബോക്സിൻ്റെ അകത്ത് അത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ അകത്തൊരു പഴയ കണ്ണാടിയുണ്ട്. ഈ ചരട് കൊണ്ട് ഇങ്ങനെ, ചരടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന എന്തോ ഒരു സാധനം അതിൻ്റെ അകത്ത് ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതൊരു ചരട് കൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന കുറച്ച് പേപ്പറുകൾ ഇങ്ങനെ കുറേ കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ആ ഒരു വ്യക്തിയെ, ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല അവകാശവാദങ്ങളും ഇന്ന് വിട്ടുമാറി ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. നിങ്ങളുടെ വലിയ പ്രവൃത്തി ഇന്ന് ആ ഭവനത്തിൻ്റെ മേലുണ്ടാകട്ടെ, വലിയ കൃപകൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ സകല വാദങ്ങളും ആ കുടുംബം വിട്ട് മാറിപ്പോട്ടെ. ദൈവത്തിന്റെ സമാധി പറഞ്ഞു സിസ്റ്റർ. അത് എന്റെ വീടാണ്, ഞാൻ ഏറ്റെടുക്കുന്നു. ബ്രദറെ, അത് എന്റെ വീടാണ്, ഞാൻ ഏറ്റെടുക്കുന്നത്. എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. അവരുടെ ആ ഒരു സാധനങ്ങൾ, കണ്ണടയും, അത് മിലിറ്ററി ആയിരുന്നു. അപ്പോ അവരെല്ലാം മറ്റുള്ളതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ ബോക്സിൽ ബ്രദർ ഈ പറഞ്ഞ ചരടും അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ അത് ഞാൻ ഏറ്റെടുക്കുന്നു. ബ്രദർ ഇതിന് മുൻപ് എന്ന് പറഞ്ഞ കഴിഞ്ഞ മെയ് 30-ന് 31-ന് ഇത് എന്റെ പേര് പറഞ്ഞിട്ട് കർത്താവ് തൊട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ മെനഞ്ഞാന്ന് എന്റെ മോന്റെ ഒരു കാര്യവും ബ്രദർ പറഞ്ഞു. വിവാഹം 43 വയസ്സായി, വിവാഹം നടന്നിട്ടില്ല. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആലോചന പറഞ്ഞിട്ട് അതും ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് ബ്രദറെ. ഇന്ന് ബ്രദർ ഇത് പറഞ്ഞതും എനിക്ക് വേണ്ടി പറഞ്ഞതാണ്, ആലോചനയാണ്. അതും ഞാൻ ഏറ്റെടുക്കുന്നു. കർത്താവ് എന്നെ എല്ലാവിധത്തിലും, എന്നെയും മോനെയും എന്റെ ഭവനത്തെ എല്ലാം സ്പർശിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ബ്രദറെ. ഞാനൊരു ഹിന്ദു പശ്ചാത്തലത്തെ വ്യക്തിയാണ്. കണ്ണൂർ ജില്ലയെന്നാണ് വിളിക്കുന്നത്. കണ്ണൂർ ജില്ലയാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം അറിയുന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ദൈവം കാണുന്നല്ലോ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ദൈവം അറിയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വരുന്ന നമ്മുടെ സമയങ്ങളിൽ നമ്മൾ കണ്ണൂരും തിരുവനന്തപുരത്തും ഒക്കെ തൃശ്ശൂരും ഒക്കെ നമ്മൾ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സ് ചിന്തകളൊക്കെ നമുക്ക് അതിനു വേണ്ടി ഒരുങ്ങണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവം ആക്കി വെച്ചത് കൊണ്ട് ആ ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. ഇന്ന് മുതലെല്ലാം പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഒരു സമയം പോലും നഷ്ടമായി പോകരുത്. അത് മുഴുവനും പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ നിന്നും ആലോചനകളെ കേൾക്കുവാനും വലിയ പ്രവൃത്തികളെ അനുഭവിക്കുവാനും പരിശുദ്ധാത്മ ഇടയാക്കണം. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചോണം. അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. സമയവും ഡേറ്റും കാര്യങ്ങളൊക്കെ മുന്നമേ അറിയിക്കുക. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം ഒരുക്കും. ആമേൻ. നന്ദി കർത്താവേ. സിസ്റ്റർ ഏറ്റെടുത്തോണം കേട്ടോ, കർത്താവ് അടയാളം വെളിപ്പെടുത്തിയതാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ പിന്നെ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കർത്താവെ, ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്യുന്നപ്പാ. പരിശുദ്ധാത്മാവ് എന്നെ ഒരു വീട് കാണിക്കുന്നു. ആ വീടിൻ്റെ പിൻഭാഗത്ത് നമ്മുടെ ഈ കുരുമുളകിൻ്റെ കൊടി ഉണ്ടല്ലോ, കൊടി എന്ന് പറയാം. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ എനിക്ക് അറിയത്തില്ല, നമ്മുടെ ഓരോ ജില്ലയിലും വ്യത്യസ്തമാണ്. അതിൻ്റെ കൊടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയും മറ്റ് ഇതൊക്കെ നിൽക്കുന്ന ആ ഒരു മരം, അതിങ്ങനെ വീടിൻ്റെ പുറകുവശത്തായിട്ട് ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ട്, കുരുമുളകിൻ്റെ ഇതുള്ളത്. ഞാൻ ആ ഒരു വീടിൻ്റെ പിൻഭാഗത്ത് കാണുമ്പോൾ തന്നെ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കണം. ആ പറമ്പിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ അപ്പുറത്ത് വശത്തായിട്ട് റോസ് കളർ അടിച്ചിരിക്കുന്ന, പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഒരു വീട് കാണാൻ കഴിയും.
ഇപ്പം ഇറങ്ങി നോക്കിയാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം, നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഞാൻ കാണുന്ന ഒരു സഹോദരി ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവിൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ അകത്ത്, ആ ഒരു സ്ഥലത്തിൻ്റെ അകത്ത് ദൈവം നിങ്ങളെ മാനിക്കാൻ വേണ്ടി പോവാണ്. പലപ്പോഴും അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയങ്ങളിൽ ഒത്തിരി കരഞ്ഞ ഒരു വീടാണ്. ആ കണ്ണുനീരിനെ ദൈവം ഒരു മറുപടി തരാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുന്നു. അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ദൈവം ആ കുടുംബത്തെ ബന്ധപ്പെടുത്താൻ വേണ്ടി പോവാണ്. അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു നന്മയുടെ വാതിൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായ ഒരു ഉറവയുടെ വാതിലിനെ തുറക്കുവാൻ ദൈവം ഈ അലക്സിനെ ഇടയാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്നെ കേൾക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു, നന്മയാക്കാൻ വേണ്ടി പോകുന്നു. കർത്താവെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പാ, വലിയൊരു സാക്ഷ്യമായി ആ ഭവനം മാറട്ടെ. വലിയൊരു പ്രവൃത്തിക്കായിട്ട് ഞാൻ വേർതിരിക്കുന്നപ്പാ, നന്മയാക്കി ദൈവമേ അങ്ങ് മാറ്റുന്നല്ലോ, സാക്ഷ്യമാക്കി ഇന്ന് കർത്താവെ അങ്ങ് മാറ്റുന്നല്ലോ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും സൂമിലുണ്ടോ? ഈ പറഞ്ഞ അടയാളം വീട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്, പുറകെ കുരുമുളക് പൊടിയൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ അടയാളം എല്ലാം സിസ്റ്റർ കേട്ടായിരുന്നോ? സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? ഈ പറഞ്ഞ അടയാളം എല്ലാം കേട്ടിരുന്നോ? കട്ടായിപ്പോയോ? മ്യൂട്ടായി പോയോ? കട്ടായി പോകുന്നു തോന്നുന്നു. സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. ദൈവം അലക്സിനെ ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭവനത്തെ സാമ്പത്തിക വിഷയത്തിന്റെ മേൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. വിശ്വസിച്ചോണം. ദൈവം സ്വന്തമായി ഭവനങ്ങളെ തരും. ഇന്ന് വാടകയ്ക്കാണെങ്കിൽ ഒരു കാര്യം പറയാം, ബൈബിൾ പറയും നിനക്ക് വീടുകൾ തരുമെന്നാണ് പറഞ്ഞത്. വീടുകൾ തരുമെന്ന് പറഞ്ഞു. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവിന് ഒരു വീട് തരാൻ വലിയ പാടൊന്നുമില്ല. ദൈവത്തിന് തരാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്കറിയാം, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ആലോചന, ഇപ്പോഴും ഞാനത് പറഞ്ഞപ്പോൾ ഓർത്ത കേട്ടോ. ഒരു കുടുംബത്തോട് ദൈവാത്മാവ് ഇങ്ങനെ ഒരു ഭവനത്തിൽ ചെന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ അതൊരു സാക്ഷ്യം പറയുക. ഏറ്റുമാനൂർ വെച്ച് ഇതുപോലെ ദൈവാത്മാവ് ഇടപെട്ടൊരു ഫാമിലിക്ക് വേണ്ടി ദൈവം ഒരു സ്ഥലം, 14 സെന്റ് സ്ഥലം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പോൾ അവർ സാമ്പത്തികമുള്ളവരൊന്നുമല്ല, സ്വന്തമായിട്ട് അവർക്ക് വീടൊന്നുമില്ല, അല്ലാത്ത ഭാരപ്പെടും. അപ്പം എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് അവരെ നോക്കി അങ്ങനെ പ്രവചിക്കുവാൻ പറഞ്ഞു. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ അവർക്ക് ഞാൻ സ്ഥലമൊന്നും പറയത്തില്ല, എങ്കിലും സാക്ഷ്യം കേൾക്കുമ്പോൾ ചിലപ്പം നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും. നമ്മുടെ കൂടെ ഉള്ള പ്രാർത്ഥനയ്ക്കുള്ളവരല്ല, അത് സൂമിൽ പങ്കുചേരുന്നവരല്ല, യൂട്യൂബിലും പങ്കുചേരുന്നവരല്ല, എനിക്ക് നേരിട്ട് പരിചയമുള്ളൊരു ഫാമിലിയാണ്. അവർ പറഞ്ഞു, ബ്രദറെ ഇതേപോലെ ഒരു മനുഷ്യന് ഹൃദയത്തിൽ തോന്നിയിട്ട്, അമേരിക്കയിലോ മറ്റുള്ള സ്ഥലത്തിൽ ഒരു മനുഷ്യന് ഹൃദയത്തിൽ തോന്നിയിട്ട് കുറച്ച് ആൾക്കാർക്ക്, വളരെ വിശ്വാസികളായ സുവിശേഷത്തെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കുവാൻ ദൈവാത്മാവ് നിയോഗം വന്നിട്ട് ഒരു മനുഷ്യനെ ദൈവം എവിടുന്നും അയച്ചു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്ന് വേണ്ട. അദ്ദേഹം വന്നിട്ട് എല്ലാവർക്കും ഒരു 14 സെന്റ് സ്ഥലവും വീടും വെച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന്റെ ഉള്ളത്തിൽ എന്ത് ചെയ്തു, ഒരു തോന്നലുണ്ടായി. അങ്ങനെ ഇവർക്കും അതിൻ്റെ അകത്തൊരു പങ്ക്. ഇവർ പറയുകയാണ്, ബ്രദറെ ഞങ്ങൾ കോട്ടയത്ത് കിടക്കുന്നു, ഈ സ്ഥലം അങ്ങ് മറ്റേ മലബാർ ഭാഗത്തോട്ടാണ്. അപ്പൊ അവിടെ വന്ന ഒരു ഇവർക്ക് അവിടെ ബന്ധമുണ്ട്, ഇവർക്കൊരു കണക്ഷൻ ഉണ്ട് അവിടെ. യാദൃശ്ചികമായിട്ട് ഇവരുടെ പേര് ഇവരങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുമായിരുന്നു. യാദൃശ്ചികമായിട്ട് ഇവർക്കും അത് ലഭിച്ചു. അപ്പൊ ഇവർ പറയുവാണ്, ആലോചന കേൾക്കുന്ന സമയത്ത് പരസ്പരം ഭാര്യയും ഭർത്താവും പറഞ്ഞു, ആര് തരാനാ 14 സെന്റ് സ്ഥലം? 1 സെന്റ് സ്ഥലം മേടിക്കാൻ പോലും കാശില്ല. പക്ഷെ ദൈവത്തിന് ഒരു അസാധ്യമല്ല കേട്ടോ. ഞാനിന്ന് ആലോചന പെട്ടെന്ന് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഈ ചില ആൾക്കാർ കളിയാക്കി പറയും, ദൈവത്തിന് വീട് തരുന്ന ആളാണ് ദൈവം. ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് വീടുകൾ തരും, നിനക്ക് നിലങ്ങൾ തരും, നീ നട്ടു നനയ്ക്കേണ്ട തോട്ടങ്ങൾ തരും, സ്ഥലം നിറച്ചിരിക്കുന്ന പട്ടണങ്ങൾ നിനക്ക് തരും. ഇതൊക്കെ തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് പോഷ്ക്ക് പറയാൻ കഴിയത്തില്ല. പിടിച്ചെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേലത് സ്വന്തമായി ദൈവം തരും. ഓ നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാൻ ഈ നട്ടാശ്ശേരിയിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീട്ടുപേര്, നട്ടാശ്ശേരിയാണ് നടുശ്ശേരിയാണ്, അങ്ങനെ രണ്ടായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കത് നടുക്കെത്തിയപ്പോൾ മാത്രം സ്പെല്ലിംഗ് അത്ര കിട്ടിയില്ല. നട്ടാശ്ശേരിയെന്നോ നടുശ്ശേരിയെന്നോ അങ്ങനെ ഒരു വാക്കാണ് പറഞ്ഞത്. ഒരു വീട്ടുപേരാണ് ഞാൻ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സൂമിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ
രക്ഷയുടെ സമാധാനത്തെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇന്ന് എന്നെ കേൾക്കുന്നവര് യേശുവിൻ്റെ നാമത്തിൽ ആലോചനയെ സ്വീകരിച്ചാട്ടെ. ദൈവത്തിന്റെ വലിയ പ്ലാനുകളെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. വലിയ പദ്ധതികളെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, അങ്ങയുടെ വലിയ കൃപ പെരുകുന്നല്ലോ, വലിയ കൃപ പെരുകുന്നല്ലോ. ആ വ്യക്തി ഇന്ന് സൂമിൽ കേൾക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ദൈവം വഴികളെ തുറക്കാൻ വേണ്ടി പോവാണ്. ദൈവം വാതിലുകളെ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറക്കുന്നപ്പാ. യേശു എന്ന അധികാരത്തിന്മേൽ പ്രാർത്ഥിച്ച് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പാ. നന്മയായി തീരട്ടെ. ഇനി ലൈവിലാണത് കാണുന്നതെങ്കിൽ ആമേൻ പറഞ്ഞ ആ ഭവനം ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ സമാധാനം ആ കുടുംബത്തിന്റെ മേൽ വാഴാൻ വേണ്ടി പോവാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ഇന്ന് ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ കാണിക്കുകയാണ്. ഒരു ജോബിൻ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ജോബിൻ എന്ന് പറയുന്ന മകൻ രണ്ടാമത്തെ ആളാണ്. മൂത്തയാള് ഒരു പെൺകുട്ടിയാണ്. മൂത്തത് പെണ്ണ്, രണ്ടാമത്തത് ജോബിനാണ്. ഈ രണ്ട് തലമുറകളെയും ബന്ധപ്പെടുത്തി ദൈവം ഒരു വാക്തത്വം തുറക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുന്നു. സകല പ്രതിസന്ധികളുടെ നടുവിലും നിങ്ങൾ തഴച്ചു വളരാൻ വേണ്ടി പോവാണ്. ഈ വ്യക്തികളുമായിട്ട്, ഈ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് എന്നെ കേൾക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി മോളാ ബ്രദർ, എന്റെ അനിയത്തിന്റെ മോളാ. മൂത്തത് മോള, രണ്ടാമത്തത് ജോബിന. ആ കുടുംബത്തോട് പറയണം, വിവാഹത്തിനൊക്കെ വേണ്ടി അവന് നോക്കിക്കൊണ്ടിരിക്കുക. വിവാഹമൊന്നും നടന്നില്ല. അവിടെ കർത്താവിന്റെ ഉള്ളത്തിൽ പറയണം, പ്രതിസന്ധിക്കകത്തും നിങ്ങൾ വളരും എന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ ദൈവത്തിന്റെ സമാധാനം വാഴട്ടെ, ദിവ്യ സമാധാനം വാഴട്ടെ, ദിവ്യ സമാധാനം വാഴട്ടെ. ഞാനിന്ന് അനുഗ്രഹിച്ചു ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പ, നന്മയ്ക്കായി വേർതിരിക്കുന്നപ്പ, അനുഗ്രഹത്തിനായി വേർതിരിക്കുന്നപ്പ, എൻ്റെ യേശുവേ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഞാൻ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ നടുവേലിയിൽ എന്ന് പറയുന്ന വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും, നടുവേലിയിൽ എന്ന് പറയുന്ന വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും ഇന്ന് സൂമിലോ ലൈവിലോ ഒക്കെ നടുവേലിയിൽ എന്ന് പറയുന്ന വീട്ടുപേരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു വാക്കിങ്ങനെ പറയുകയാണ്, ആ കുടുംബത്തിൽ നിന്നും അനർത്ഥം നീങ്ങി ജീവൻ വ്യാപരിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ജീവൻ വ്യാപരിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ, കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ, വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ബാക്കി എല്ലാവരും മാക്കി മ്യൂട്ട് ചെയ്യണേ. നിങ്ങളുമായിട്ട് ഈ ആലോചനയിൽ ബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മ്യൂട്ട് മാറ്റിയാൽ മതിയേ. അല്ലെങ്കിൽ ലൈവിലാണിത് കാണുന്നവരെങ്കിൽ നിങ്ങളത് ഏറ്റെടുത്തോണം. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ തൊടാൻ വേണ്ടി പോവാണ്. ദിവ്യ സമാധാനത്താൽ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവാണ്. നന്ദി കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് പറഞ്ഞ്, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് എൻ്റെ രോഗത്തെ, എൻ്റെ വേദനകളെ ക്രൂശിൽ വഹിച്ചതുകൊണ്ട് എനിക്ക് മനസ്സില്ല ഈ രോഗം ചുമക്കാൻ, എനിക്ക് മനസ്സില്ല ഈ വേദന ചുമക്കാൻ. വേദന ദൈവത്തിൽ നിന്നല്ല, രോഗം ദൈവത്തിൽ നിന്നല്ല. അങ്ങനെയെങ്കിൽ യേശു ക്രൂശിൽ രോഗം വഹിക്കത്തില്ലായിരുന്നു. കർത്താവിൽ നിന്നും എനിക്ക് സൗഖ്യവും ബലവും ആരോഗ്യവുമാണ് വരുന്നത്. ദൈവത്തിൽ നിന്നല്ലാത്തത് എനിക്ക് വേണ്ട, എനിക്ക് ചുമക്കാൻ മനസ്സില്ല. പറ, ആ രോഗത്തോട് പറ, ഷുഗറിനോട് പറ, എനിക്ക് മനസ്സില്ല നിന്നെ ചുമക്കാൻ. ആ രോഗ അവസ്ഥയോട് പറ, എനിക്ക് നിന്നെ ചുമക്കാൻ മനസ്സില്ല. എനിക്ക് യേശുവിന്റെ
സൗഖ്യം മതി, ഞാൻ അതേ എടുക്കത്തുള്ളൂ, ഞാൻ അതേ ചുമക്കത്തുള്ളൂ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കാഴ്ച ഉണ്ടാകട്ടെ, കേൾവി ഉണ്ടാകട്ടെ, മുടന്തൻ ചാടട്ടെ, ഊമൻ സംസാരിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് ഏറ്റെടുത്ത് ഇന്ന് കുടുംബത്തിന്റെ മേൽ പറ, ഞാൻ സാക്ഷിയാകും. വാർദ്ധക്യത്തിൽ ഞാൻ ഇന്ന് ഓടും ചാടും, യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുത സാക്ഷിയായി തീരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഞാൻ തകർന്നു പോകത്തില്ല. ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും എൻ്റെ അവകാശമാണ്. അത്ഭുതം എൻ്റെ അവകാശമാണ്. സൗഖ്യം എൻ്റെ അവകാശമാണ്. നന്മ എൻ്റെ അവകാശമാണ്. ആരോഗ്യം എൻ്റെ അവകാശമാണ്. സമൃദ്ധി എൻ്റെ അവകാശമാണ്. ഫിനാൻഷ്യൽ കർത്താവെ ബ്രേക്ക് ത്രൂ എൻ്റെ അവകാശമാണ്. എൻ്റെ ഉയർച്ച എൻ്റെ അവകാശമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വേദനകൾ വിട്ടുമാറുന്നു, തകർച്ചകൾ വിട്ടുമാറുന്നു, തളർച്ചകൾ വിട്ടുമാറുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. തമ്പുരാന്റെ അത്ഭുത കരം ഇന്ന് അവരുടെ മേൽ വെളിപ്പെടുന്നില്ലപ്പാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മശക്തികൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറിപ്പോകുന്നു. തലമുറകളെ ബന്ധിക്കുന്ന എല്ലാ വന്ധ്യതകളെയും ബ്രേക്ക് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉദരം തുറക്കട്ടെ, തലമുറകൾ പുറത്തു വരട്ടെ. എല്ലാവിധമാകുന്ന കർത്താവ് പ്രവൃത്തികളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തുറക്കുന്നപ്പം നന്മയുടെ പ്രവൃത്തികൾ തുറക്കട്ടെ. അത്ഭുത രോഗസൗഖ്യത്തിന് നന്ദി കർത്താവേ. ഉദരങ്ങൾ തുറക്കട്ടെ, തലമുറകൾ പുറത്തു വരട്ടെ, തലമുറകൾ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പം സൗഖ്യം നിറയട്ടെ, ആരോഗ്യം വർദ്ധിക്കട്ടെ. കർത്താവെ, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ രാത്രിയിൽ സ്വർഗം തൊട്ടതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായി ഞാൻ സ്തുതിക്കുന്നു. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ഉള്ളവർക്ക് അതിനുള്ള അവസരമാണ്. ഈ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് സാക്ഷ്യത്തിനായിട്ടും ആലോചന ഒരേ ഇടപെട്ടവര് നിങ്ങൾ പറയേണ്ട ഏറ്റെടുത്താൽ മതി. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ്, ഇത് പിരിവല്ല, കൊടുത്തതല്ല, ദൈവരാജ്യത്തിൽ വിതച്ചതാണ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ, എല്ലാ മേഖലയിലും വർദ്ധിച്ചു പെരുകട്ടെ. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. ഞെരുക്കങ്ങൾ വിശാലമായി തരും. ഇന്നത്തെ അവസ്ഥകൾക്കകത്ത് ഞാൻ വിശാലതയും ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുമെന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നപ്പ. ഒന്നും നഷ്ടപ്പെടത്തില്ല, ഒരു പൈസ പോലും പാഴായി പോകത്തില്ല. നിങ്ങളുടെ അധ്വാനം നിങ്ങളെ തന്നെ ഭക്ഷിക്കുന്ന ഈ ഭാഗ്യവാൻ നിനക്ക് നന്മ വന്നിരിക്കുന്നു. ഈ വചനങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അത്ഭുതമായി തീർന്ന കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സാക്ഷിയുള്ളവർ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ, ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്റെ പേര് ലീന പീറ്റർ ആണ്. കോട്ടയത്ത് കിടങ്ങൂര് താമസിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച എന്റെ മോന് ആൽബിൻ പീറ്റർ കഴിഞ്ഞ ദിവസം ബ്രദർ പ്രാർത്ഥിച്ചയച്ചതായിരുന്നു ഹൈദരാബാദിലേക്ക്. അപ്പൊ അവന് പനി ഉണ്ടായേ. പനി ഉണ്ടായിട്ട് എന്നോട് വൈകുന്നേരം വിളിച്ചു പറഞ്ഞു, വോയിസ് മെസ്സേജ് ഇട്ടു, അമ്മയെ പനിയുടെ ഭാരത്താൽ വളരെയേറെ ഭാരത്താലായിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ മെസ്സേജ് ഇട്ടു. ഞാൻ അത് കഴിഞ്ഞ് വിളിച്ചിട്ടൊന്നും ബ്രദറെ അവൻ എടുത്തില്ല, ഫോൺ എടുത്തില്ല. വളരെയേറെ ഞാൻ ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് നമ്മുടെ അജിത സിസ്റ്ററിനെ ഫോൺ വിളിച്ചു. അജിത സിസ്റ്റർ പെട്ടെന്ന് ഫോൺ എടുത്ത് ഞങ്ങളുടെ അജിത സിസ്റ്റർ പ്രാർത്ഥിച്ചു ബ്രദറെ. അപ്പം ഞാനും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മുടെ സൂമിലുള്ള അശ്വതി ചേച്ചിയോട് ഞാൻ ഈ വിഷയം വിളിച്ചു പറഞ്ഞു. മോൻ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അജിത സിസ്റ്റർ എനിക്ക് ഒത്തിരി ആശ്വാസം തന്നു, ചേച്ചി എനിക്ക് ആശ്വസിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ അതിന്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച ആ രാവിലെ നമ്മുടെ സൂം പ്രേയറിന്റെ സമയത്തെല്ലാം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ആയപ്പോഴ് അത് നന്നായിട്ട് ആ പനിയെല്ലാം മാറി പൂർണ്ണ സൗഖ്യം എന്റെ കുഞ്ഞിന് ലഭിച്ചു ബ്രദറെ. അതൊരു സാക്ഷ്യമായി ഞാൻ പറയുകയാണ്. എന്നിട്ട് സിസ്റ്റർ പിന്നെ അവിടുന്ന് ക്ലാസ്സിൽ പറഞ്ഞു വെള്ളിയാഴ്ച ക്ലാസ് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച അവന് സ്കൂളിൽ കടന്നു പോകാനൊക്കെ സാധിച്ചു ബ്രദറെ. ദൈവം ചെയ്ത വലിയ ഉപകാരത്തിന് ഒത്തിരി നന്ദി. പ്രാർത്ഥിച്ച അജിത സിസ്റ്ററോടുള്ള പ്രത്യേക നന്ദി പറഞ്ഞു, ചേച്ചിയോടുള്ള നന്ദി പറയുന്നു. ബ്രദർ ഞങ്ങളെ പഠിപ്പിച്ച പ്രകാരമുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹമാണ് ബ്രദറെ. ഞാനിത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ബ്രദറെ. താങ്ക് യു ബ്രദറെ. പറഞ്ഞ മകന് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. തക്ക സമയത്ത് പ്രാർത്ഥിക്കുവാനും ഉറച്ചു നിൽക്കുവാനും പരിശുദ്ധാത്മാവ് കൊടുത്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇനിയും ഇനിയും അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ. ഓരോ ദിവസവും കർത്താവ് തലമുറകളുടെ നന്മയാൽ
ദൈവം സാക്ഷിയാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു. ഹലോ പറയാം. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ കോഴിക്കോട് നിന്ന്. എൻ്റെ പേര് രതിയാണ്. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ബ്രദറെ. ഈ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ ഈ ഇതിലൂടെ ഈ യൂട്യൂബിലൂടെയാണ് ബ്രദറെ കാണാനിടയായത്. ഈ നമ്പർ കണ്ടൊന്ന് വിളിച്ചു നോക്കിയതാ. അങ്ങനെ അജിത സിസ്റ്ററായിട്ട് പരിചയപ്പെട്ടു. സിസ്റ്ററോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ബ്രദറിനെ വിളിച്ചപ്പോൾ ബ്രദർ എടുക്കുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, ബ്രദർ ഫോൺ എടുക്കില്ല. അപ്പോൾ പറഞ്ഞ് വിഷമിക്കണ്ട, ബ്രദറിന് നല്ല തിരക്കാണ്, ബ്രദർ നിങ്ങളെ നമ്പർ കണ്ടാലൊക്കെ തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്നു. ബ്രദർ എറണാകുളം വരുന്ന പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് വന്നു. അവിടുന്ന് പ്രാർത്ഥിച്ചു. തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം എനിക്ക് ബ്രസ്റ്റ് സർജറി വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ അജിത സിസ്റ്റർ വീണ്ടും വിളിച്ചു പറഞ്ഞു, വിഷമിക്കണ്ട, ഒന്നും വിഷമിക്കണ്ട, ബ്രദർ പ്രാർത്ഥിക്കും, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് കുറേ വചനങ്ങളൊക്കെ അയച്ചു തന്ന്. അതിനുശേഷം സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ടാന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വാക്വം മെഷീൻ വെക്കണമെന്ന്. വാക്വം മെഷീൻ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അതെടുത്തു. അത് കഴിഞ്ഞ് അപ്പോഴേ ബ്രദറെ ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, കർത്താവേ സർജറിക്ക് എനിക്ക് എവിടുന്ന് പൈസ ആര് തരുമെന്ന് വിചാരിച്ച് ഞാൻ ബുദ്ധിമുട്ട് ടെൻഷൻ അടിക്കായിരുന്നു. അപ്പോഴാണ് അവിടുന്ന് ഡോക്ടർ എഴുതിയത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ഇൻഷുറൻസ് എനിക്ക് റെഡി സർജറി കഴിഞ്ഞു. വാക്വം മെഷീൻ ഒന്നാമത് വെക്കുമ്പോൾ എനിക്ക് ഇൻഷുറൻസ് കിട്ടി. രണ്ടാമത് വെക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ മുമ്പത്തെ ആഴ്ച പോയി വെച്ചപ്പോൾ വെക്കാൻ പോയപ്പോൾ ഇൻഷുർ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എന്താ ചെയ്യുക, ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞേ കർത്താവ് കരുതുന്നു പറഞ്ഞു. ഇൻഷുർ കിട്ടൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഷുർ വേണ്ട, കർത്താവ് കരുതിക്കൊള്ളു എന്നെ. അങ്ങനെ ഡോക്ടറെ കയ്യിലുണ്ടാവുമല്ലോ എന്തായാലും ഒരു സാമ്പിൾ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ അടുത്തില്ലാന്ന്. അടുത്ത ദിവസം എനിക്ക് വാക്വം മെഷീൻ വെച്ചു. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഇതെടുക്കാൻ വരുമ്പോൾ നമ്മൾ റേഡിയേഷനെ കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി ഈ വാക്വം മെഷീൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ വേണ്ട, കീമോ വേണ്ട, ഒന്നും വേണ്ട, കുറച്ചും കൂടി ഉണങ്ങാനുണ്ട്, അവിടെ കുറച്ച് മുറിവ് കൂടി ഉണ്ട്. അപ്പം പറഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണിക്ക്, അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ വേറെ സ്ഥലത്തുനിന്ന് തൊലി എടുത്തിട്ട് അവിടെ വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ അതിൻ്റെ ഒന്നും ആവശ്യം വരൂല, ഒന്നും ചെയ്യേണ്ടി വരില്ല, ഇനി കർത്താവ് കൂടെയുണ്ട്. അപ്പൊ ഈ സാറ് എനിക്ക് ഈ സ്റ്റിച്ചൊക്കെ പൊട്ടിയ സമയത്ത് പച്ചേര് തുന്നാണ്. അപ്പൊ ഞാൻ അപ്പാന്ന് വിളിച്ചു. അപ്പാന്ന് വിളിച്ചപ്പോ ഡോക്ടറിനോട് പറയാം എന്നെ പേടിപ്പിക്കരുത്, ഞാനൊന്നും ചെയ്യുന്നില്ല. ബ്രദർ പറഞ്ഞ വചനം എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട്. യേശുവിൻ തന്ന ആരോഗ്യം എൻ്റെ നന്മയ്ക്കായിട്ട് അതെല്ലാം ഞാൻ പറഞ്ഞ് നടക്കുന്നുണ്ട് ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞ പോലെ തന്നെ ഈ ദിവസം പറയണം, കർത്താവ് ഞാൻ ഒരു ചികിത്സയും ഇല്ലാതെ തന്നെ ഡോക്ടർ തന്നെ പറയും എനിക്ക് ഇനി ഒരു മരുന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന് ഡോക്ടർ പറയും. ഞാനത് കേൾക്കും. കാര്യം ബൈബിൾ പറഞ്ഞ ഇങ്ങനെ ഒരു വാക്യം പറയണേ, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഈ വചനം പറഞ്ഞോളാം, ഡോക്ടർ തന്നെ പറയും ഇനി ഒന്നും വേണ്ട, പൂർണ്ണ വിടുതൽ. നമ്മൾ എല്ലാ ദിവസവും സാക്ഷിക്കുന്ന അല്ലേ സംഭവിച്ചു. ശ്രീത സൗര്യ വാക്കിയിട്ടുണ്ട് 118 സങ്കീർത്തനത്തിന്റെ 17 വാക്യമാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നോണം. വലിയ പ്രവർത്തികളാൽ സ്വർഗം നിറയ്ക്കുക തന്നെ ചെയ്യും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ പറഞ്ഞു. ഞാൻ
ഈ മീറ്റിങ്ങിന് കയറുന്നതിന് മുമ്പ് എന്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരവും വേദനയും എന്താണെന്നറിയത്തില്ല. ജീവിതത്തിലെ കുറച്ച് ഓർത്താണെന്നറിയത്തില്ല. എന്തോ ഭയങ്കര ഭാരം, എടുത്തു മാറ്റാൻ പറ്റാത്തൊരു ഭാരം. എന്നിട്ട് ഇതിനകത്ത് കയറിയപ്പം ബ്രദർ പറഞ്ഞു, എന്റെ ആത്മാവെ എന്റെ ഉള്ളിലും വിശ്വാസിച്ച് ഞരങ്ങുന്നുണ്ട്, എന്റെ രക്ഷയും മുഖപ്രകാശന്റെ ദൈവമാകുന്നല്ലോ. ആ വചനം കേട്ടപ്പോഴേ ഞാൻ അത് പറഞ്ഞ ഉടനെ എന്റെ ഹൃദയത്തിലെ വലിയ വേദന ഭാരം പെട്ടെന്ന് മാറിപ്പോയി. യേശുവിന് സ്തോത്രം. നന്ദി ആമേൻ. കർത്താവ്. ദൈവം കൊടുത്ത സമാധാനത്തിന് നന്ദി, ദൈവം കൊടുത്ത സന്തോഷത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും സ്വസ്ഥതകൾ നിറയ്ക്കട്ടെ. പറഞ്ഞു ഹലോ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വിളിക്കണേ. ഉം. ഹലോ കേൾക്കുന്നുണ്ട് ഹലോ സിസ്റ്ററെ, പറഞ്ഞു. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. ആ, ഞാനൊരു 23 വർഷം മുന്നേ വണ്ടിമന്ന് വീണിട്ട് അന്ന് സ്റ്റിച്ച് ഇടാൻ പറ്റില്ല. കയ്യിൽ ഭയങ്കര വേദനയൊക്കെ ആയിട്ട് സ്റ്റിച്ച് ഇടാണ്ട് എല്ലിന്റെ ഉള്ളിൽ കൂടെ കല്ല് കയറിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി. അത് അന്ന് കുറെ നാള് കൈ കെട്ടിയിട്ട് നടക്കാൻ പറഞ്ഞു. എനിക്ക് കെട്ടിയിട്ട് നടക്കാൻ പറ്റില്ല, കാരണം ഞാൻ കടയിൽ ജോലിക്ക് പോയായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. പിന്നെ അത് മുറിവ് ഉണങ്ങി കിട്ടി. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്താലും നീര് വരാ, കൈ ഭയങ്കര വേദന, കൈ പൊക്കാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല, അങ്ങനെയായിരുന്നു. ഞാൻ ഈ സൂമിൽ കയറി പ്രാർത്ഥന തുടങ്ങി. ഓ സിസ്റ്റർ, ഒന്നുകൂടെ പറഞ്ഞ സാക്ഷ്യം. ആൾക്കാർ ഈ അനാവശ്യം പാട്ട്, നിങ്ങൾ പാട്ടൊക്കെ പാടുന്നവര് നിങ്ങൾ ലെഫ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് പാടിയാൽ മതി കേട്ടോ. സൂം പ്രാർത്ഥനയ്ക്കിടയ്ക്ക് പാട്ട് പാടല്ലേ. സിസ്റ്റർ സാക്ഷ്യം ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് കട്ടായി പോയി. അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരൊക്കെ നിങ്ങൾ ലെഫ്റ്റ് ചെയ്യുക, പിന്നീട് യൂട്യൂബിൽ കേട്ടാലും മതി. സിസ്റ്ററെ ഇവിടുന്ന് കട്ടായി പോയി, ഒന്നുകൂടെ സാക്ഷ്യം പറയണേ. ഇപ്പൊ പറഞ്ഞു വന്ന ആളെന്തി, ചാലക്കുടി എന്ന് പറഞ്ഞു വന്ന ആളെന്തി പോയോ? സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? നമ്മളൊരു സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ കാതോർത്തിരിക്കുന്നു. സാക്ഷ്യം നമുക്ക് ഏറ്റെടുക്കണ്ടേ? ബാക്കി എല്ലാവരും നിങ്ങൾ മ്യൂട്ട് ചെയ്തേ. ഈ അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരൊക്കെ യൂട്യൂബിൽ നിങ്ങൾ പിന്നെ റേഡിയോ കേൾക്കുന്ന പോലെ കേട്ടാൽ മതി. നിങ്ങൾക്ക് പ്രതികരിക്കാനൊക്കെ നിങ്ങൾ സൂമിൽ നമ്മൾ കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്താൽ പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർ, ആഗ്രഹമുള്ളവർ മാത്രമേ നിൽക്കാവുള്ളേ. ബാക്കി എല്ലാവരും നിങ്ങൾ പിന്നീട് കേട്ടാൽ മതി. നമ്മൾ ദൈവസാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കുന്നത്. വെറുതെ പിശാചിന് ഇടം കൊടുക്കരുത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ കൂട്ടായ്മയെ അലങ്കോലമാക്കാൻ നോക്കരുത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ആരെ വിഴുങ്ങോണ്ട് നോക്കി പിശാചിന്. അതുകൊണ്ട് നിങ്ങൾ ഇടം കൊടുക്കാതെ നിങ്ങൾ കീഴ്പ്പെട്ട് നിൽക്കുക ദൈവസന്നിധിയിൽ. ഞാൻ എപ്പോഴും ഇത് പറയാൻ കാരണം, നാളെ പിന്നെ നമ്മൾ പരാതിയായിട്ട് വന്നിട്ട് കാര്യമില്ല കേട്ടോ. ആ സഹോദരി കേൾക്കുന്നുണ്ടോ എന്നെ? ആ സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന സഹോദരി ഇപ്പം കട്ടായി പോകുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഇപ്പൊ ബ്രദർ ഒരു എന്തോ പറഞ്ഞില്ലേ, ജോബിന്റെ കാര്യം പറഞ്ഞത്. എന്റെ മകനാണ് ജോബിന്. ഏറ്റെടുത്തോണം കേട്ടോ. ഇനി ഈ ആളുകൾ അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മാത്രം നമുക്കത് മറ്റൊരു ഈ സാക്ഷ്യത്തിനൊരു എന്താ പറയുന്നത്, ഇടയിലേക്ക് അത് വല്ലാത്തൊരു ഇതായതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്കത് വിഷമമായിരിക്കുമ്പോൾ ഇനി പറയുന്നത്, നിങ്ങൾക്കത് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും. കാര്യം ഇത്രയും ആളുകളെ ഇങ്ങനെ ഒരേ സമയത്ത് ഇത് മാനേജ് ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ അകത്തൊരു സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ലൈവും എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ മൈക്ക് എപ്പോഴും മ്യൂട്ട് ആയോന്നോ അല്ലെങ്കിൽ മ്യൂട്ട് മാറിയിട്ടുണ്ടോ കിടപ്പുണ്ടോ നോക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഹലോ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ. കേൾക്കുന്നുണ്ട്. ബ്രദറെ, എന്റെ പേര് ഷൈല. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ബ്രദറിനെ ഒരു മാസത്തിന് മുമ്പേ ഇതുപോലെ വിളിച്ചിട്ട് എനിക്ക് കിട്ടാൻ പറ്റിയില്ല. അന്നേരം ഇതിനകത്തുനിന്ന് ഒരു നമ്പർ കണ്ട് 3 നമ്പറിനകത്ത് ഒന്ന് വിളിച്ചപ്പം അജിത സിസ്റ്ററെ എനിക്ക് കിട്ടി. ആ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ 10 ദിവസമായി ഞാനിപ്പോൾ അമേരിക്കയിലാണ്. അന്നേരം നാട്ടിൽ നിന്നപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് എൻ്റെ മോന് ഒരു വീട് വാടകയ്ക്ക്, എൻ്റെ ചേച്ചി ഞങ്ങളെ അമേരിക്ക കൊണ്ടുവന്നാണ്. അന്നേരം എൻ്റെ മോനും ഞങ്ങൾ 2 മക്കളും ഞാനും കൂടെ അമേരിക്ക പോയി. എൻ്റെ ഇളയ മോനെയും കൊണ്ട്
ഞാൻ ട്രാവൽ പെർമിറ്റ് എടുത്ത് തിരിച്ചു വന്നു. അവന്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഇന്ന് 10 ദിവസം ആയതേ ഉള്ളൂ. അന്നേരം എന്റെ മോന് ഇവിടെ ഒരു മലയാളി അമ്മാമ്മയുടെ ബേസ്മെന്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഒരാൾക്ക് താമസിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. അന്നേരം അവർ ഞങ്ങളെ താമസിപ്പിക്കത്തില്ല. അന്നേരം ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ ഞങ്ങൾ 3 പേരുണ്ട്. അന്നേരം ഒരു കൊച്ചു വീട് 2 മുറി അടുക്കളയുള്ള ഒരു വീട് ഇവനിങ്ങനെ കണ്ടുപിടിച്ചു. 2 വീടുണ്ട്. അന്നേരം ഏതെടുക്കണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇവിടെയൊക്കെ അല്ലേ അമേരിക്കയിലെ കാര്യം അറിയാമല്ലോ. അന്നേരം നല്ലതായിരിക്കണം, എനിക്ക് സുരക്ഷിത വേണം, അങ്ങനെയൊക്കെ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു. സിസ്റ്റർ ഫോട്ടോ ഇട്ട് കൊടുത്തു. അജിത സിസ്റ്ററിന് ഫോട്ടോ ഇട്ട് കൊടുത്തു. സിസ്റ്ററെ 2 വീടുണ്ട്, ഇതിനകത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഏത് വീട് വേണമെന്ന് പറയണമെന്ന് പറഞ്ഞ് ഞാൻ 2 വീട് ഇട്ട് കൊടുത്തു. അന്നേരം സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ വീടാണ് ഞാൻ കാണുന്നത്, ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുള്ള വീടാണ് ഇതെന്ന് പറഞ്ഞു. ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഇത് നോക്ക്. അങ്ങനെ ഇവരുമായിട്ട് ഒത്തിരി പൈസയാണ് അവർ ചോദിച്ചത്. $2000 ചോദിച്ചത്. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് $1350 ആ വീട് ഞങ്ങൾക്ക് എടുക്കാനും സിസ്റ്റർ പറഞ്ഞനുസരിച്ച് അന്നേരം എനിക്ക് ധൈര്യമായി. അങ്ങനെ ഇവിടെ വന്നു. എൻ്റെ മോൻ 1-ാം തീയതി മുതൽ ഇതിനകത്ത് താമസമായി. ജൂൺ 1-ാം തീയതി മുതൽ ഞങ്ങൾ ജൂൺ 22-ന് ഇവിടെ വന്നു. 20-ന് ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞും പുതിയ വീട്ടിൽ താമസമായി. അന്നേരം എൻ്റെ മോന് കഴിഞ്ഞ മെയ് മാസത്തില് അവന് ഇങ്ങനെ വണ്ടി ഓടിച്ച് ജോലിക്ക് പോയപ്പോൾ സ്കൂൾ ബസ് സ്കൂൾ ബസ് പോയപ്പോൾ ഇവൻ കണ്ടില്ല. ഇവന് ജോലിയിൽ കുറെ ഇതുണ്ടോ പ്രശ്നമുള്ളതുകൊണ്ട് ഇവന് ഒന്നും നോക്കിയില്ല. ഇവന് പെട്ടെന്ന് 2 മണിക്ക് ജോലിക്ക് കയറണം, 1:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ സ്കൂൾ ബസ് കണ്ടില്ല. അവൻ മുന്നിൽ ജോലിക്ക് പോയി. ഒരു മാസം എപ്പോഴോ അവനൊരു ടിക്കറ്റ് വന്നു, $1000 പിഴ വന്നു. അവന് $1000 അടയ്ക്കണം. അന്നേരം ഒരു ജോലിയിലെ നല്ലൊരു പങ്കും ഇങ്ങനെ $1000 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായി ഇവിടെ. അന്നേരം അത് കൊടുക്കണം. അതുകൊണ്ട് അവരാകെ പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നം. അന്നേരം എന്തോ ചെയ്യും, അമ്മ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഞാൻ എന്തോ ചെയ്യണം പറഞ്ഞ് അവൻ കരയുവാ. എനിക്ക് $1000 പോകും. അതുമല്ല ഇവിടെ കോടതിയിലൊക്കെ പോകണം. ഇവനെ ഏതാണെന്ന് അറിയില്ല. 3 വർഷമായതേ ഉള്ളൂ എൻ്റെ മോൻ ഇവിടെ വന്നിട്ട്. ചെറിയൊരു ജോലി ആയതേ ഉള്ളൂ, പഠിച്ച ജോലി ആയില്ല. അന്നേരം ആ പാടെ പ്രശ്നം. അന്നേരം ഞാൻ പെട്ടെന്ന് ഈ അജിത സിസ്റ്ററെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് 3-4 ഞങ്ങൾ ഇവിടെ വന്നേ പിന്നാണ് ഞാൻ സിസ്റ്ററെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അന്നേരം സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവിടുത്തെ ജഡ്ജിയില് ദൈവം പ്രവർത്തിക്കും, ധൈര്യമായിട്ടിരിക്കും, മോനോട് പറ, ധൈര്യമായിട്ട് പൊക്കോളാൻ പറ, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിനൊരു സമാധാനമുണ്ട്. ഞാൻ മോനോട് പറഞ്ഞു, അവനെ ദൈവത്തെ വിളിച്ചോണ്ട് പൊക്കോ. അങ്ങനെ എൻ്റെ ചേച്ചിയും ചേട്ടനും എൻ്റെ മോനും കൂടെ കോടതിയിൽ പോയി. കോടതിയിൽ അവിടെ ചെന്ന് അവന്റെ സമയം 2 മണിയാണ്. ഇവിടുത്തെ സമയം 2 മണിയാണ്. അന്നേരം ഇവൻ ജോലിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇവന്റെ സമയമായപ്പോൾ പറഞ്ഞു. അന്നേരം ഉച്ചയ്ക്കത്തെ സമയം, എല്ലാവരും ഒത്തിരിയും പേരുണ്ട് അവിടെ. ആണെങ്കിൽ ഒത്തിരി ഈ വണ്ടിയുടെ സെക്ഷനിൽ ഒരു സെക്ഷനും മറ്റേതെല്ലാം വേറെ വേറെ ആൾക്കാരുടെ ഇതാണ്. അന്നേരം ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഞാൻ 3 ഓപ്ഷൻ വെക്കുവാണ്, അത് നിങ്ങൾക്ക് സ്വീകരിക്കാം. 3 ഓപ്ഷന്. ഒന്നാമത്തെ ഓപ്ഷൻ $250 പിഴ കൊടുത്തിട്ട് എല്ലാവരും പോവുക. അല്ല 2 ഓപ്ഷൻ ആണെങ്കിൽ അത് വേറെ ഒരാടായിരിക്കും പോവാ. 3-ാമത്തെ ഓപ്ഷൻ നേരിട്ട് ജഡ്ജിയിലായിരിക്കും പോവാ. എന്നിട്ട് ജഡ്ജി എന്തുവാ പറയുന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഈ മോൻ $250 എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നിടത്തോളം പേര്. ഞാൻ ഒരാൾക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാൻ അജിത സിസ്റ്ററോട് പറഞ്ഞുള്ളൂ. സിസ്റ്റർ എൻ്റെ മോന് എങ്ങനെയെങ്കിലും കുറച്ച് ഇളവ് ചെയ്തു തരാൻ ജഡ്ജിയുടെ ദൈവം ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അജിത സിസ്റ്റർ പറഞ്ഞു ജഡ്ജിയിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ $250 എല്ലാവരും അവിടെ നിന്നിടത്തോളം പേര് വേറെ ഒരു ഓപ്ഷന് പോയില്ല. അങ്ങനെ ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ മോനുമായിട്ട് ഇവിടെ ഉണ്ട്. എൻ്റെ മോന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞേച്ച് നിൽക്കുന്നു. അവന് ഇവിടെ വന്ന് പഠിക്കണം, എന്നാലേ ജോലി കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു ചെറിയ ജോലിയും കൂടെ തിങ്കളാഴ്ച 1-ാം തീയതി മുതൽ കയറാൻ ദൈവം സഹായിച്ചു. ഇനിയും ബാക്കി ദൈവം സഹായിച്ചു. കർത്താവ് ഇത്രത്തോളം നടത്തിയ കൃപയ്ക്ക് നന്ദി സിസ്റ്റർ. എന്ന് പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രയാസത്തിന്റെ അകത്തും ദൈവം വിടുവിച്ചല്ലോ. ഇനിയും കർത്താവ് നന്മ കറിയും ആ രാജ്യത്ത് പറഞ്ഞോളാം. ഞാൻ രാജ്യത്തോടെ കൊണ്ടുവന്ന ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട്, നഷ്ടം വരത്തില്ല. ഞങ്ങൾ ആ രാജ്യത്ത് നന്മ കാണും. ദൈവം വിടുവിച്ചതിനും തക്ക സമയത്ത് സകലങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയല്ലോ. ആ വിഷയത്തിന്റെ മേൽ ജയമെടുക്കുവാൻ സ്വർഗം കൊടുത്ത കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം അത്ഭുതങ്ങളാൽ നിറയ്ക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടോ? നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ചുരുക്കി പറയണേ. കർത്താവ് എന്താണോ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് അത് കൂടുതലും പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? വേഗം പറഞ്ഞു. എനിക്കൊരു സാക്ഷിയുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞു മോന് വയ്യാതിരിക്കായിരുന്നു. അവന് സാധാരണ പനി വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇങ്ങനെ നന്നായിട്ട് കയറുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പാരസെറ്റമോളൊക്കെ കൊടുത്താലും ടെമ്പറേച്ചർ കുറയത്തില്ല. അത് പനി തുടങ്ങിയപ്പോഴേ എനിക്ക് അതുകൊണ്ട് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് പനി കൊണ്ട് തുടങ്ങിയപ്പോൾ അന്ന് വൈകിട്ട് ഇങ്ങനെ പ്രയർ സമയമായിരുന്നു. അപ്പം ബ്രദർ
പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ ആ നിമിഷം തന്നെ ആ പനി വിട്ട്. കുഞ്ഞിന് ഇപ്പോഴും ചുമയും കാര്യങ്ങളൊക്കെ, പക്ഷെ പിന്നെ പനി കൊണ്ടില്ല. പക്ഷെ കുഞ്ഞിനെ ദൈവം അന്നേരം തന്നെ പൂർണ്ണമായി വിടുവിച്ച്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നന്ദി കർത്താവിന്. കുഞ്ഞിനെ വിടുവിച്ച കർത്താവിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് മറ്റാർക്കെങ്കിലും സാക്ഷ്യം പറയാം? കുറച്ചു മുമ്പ് ആ സഹോദരി സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ആ സഹോദരി കേൾക്കുന്നുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറയാം. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരും ഇല്ല എന്ന് പറഞ്ഞു. ഹലോ പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട്. ബ്രദറെ, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വിളിച്ചതാണ്. ഉം. ഞാൻ ഒരു 23 കൊല്ലം മുന്നേ വീണതാണ് വണ്ടിയിൽ നിന്ന്. ഉം. അന്ന് കൈയിന്റെ സ്റ്റിച്ച് ഇടാനും പറ്റാണ്ട് കുറച്ച് നാളത് കിട്ടി. അതും പിന്നെ മാറിപ്പോയതാണ്. ഇപ്പൊ ഭയങ്കര നീര് വന്ന് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാണ്ട്. ഞാൻ ഈ സൂമിൽ കയറിയിട്ട് ഇപ്പൊ 8 മാസമായി കയറിയിട്ട്. ഞാൻ ഞങ്ങളുടെ ഒരു ചർച്ചിൽ പോകുന്നുണ്ട്, അനുഗ്രഹ ചർച്ച് എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകമായിട്ട് ആ പാസ്റ്റർക്ക് ഒന്ന് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർക്ക് ഒരു ബ്ലോക്കാണ്. രേഷൻ കൊടുത്ത് അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ 10-ാം തീയതി ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കണ്. അപ്പൊ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്രദർ ഒരു പ്രാർത്ഥന വിഷയം അതും കൂടി വേണം. ഇത് എനിക്കൊരു അത്ഭുതമായിട്ടൊരു ഇത് കിട്ടിയത്. എൻ്റെ കൈ പൊക്കാനും താത്താനും ഇപ്പൊ എല്ലാ ജോലി എടുക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ സൂമിൽ കയറി ഈ വചനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ. ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിക്ക് പോയെങ്കിലും ഇത്ര വചനങ്ങൾ എനിക്ക് പറയുവാൻ സാധിച്ചായിരുന്നില്ല. ഇപ്പൊ വചനങ്ങൾ പറയുക തന്നെയല്ല. 23 വർഷം മുമ്പ് ആ വീഴ്ച നിമിത്തം ഉണ്ടായതിന്റെ ഫലമായിട്ട് സിസ്റ്റർക്ക് കൈക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. താഴ്ത്താനോ ഉയർത്താനോ കഴിയത്തില്ലായിരുന്നു അല്ലേ? അതെ, നീര് വരും. എന്തെങ്കിലും ജോലി ചെയ്ത് അപ്പൊ നീര് വരും. വേദനയുണ്ട്. വരും, ഭയങ്കര വേദനയാണ്. അപ്പൊ ഇവര് എല്ലാ മക്കളൊക്കെ പറയും. അപ്പൊ ഞാൻ ഈ സൂമിൽ കയറിയതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറെ അടുത്ത് പോകണില്ല, എന്റെ ഡോക്ടർ എന്റെ കൂടെ ഉണ്ട്, ഞാൻ ഈ ഡോക്ടറെ അടുത്ത് പോകണില്ല. ഈ വചനം എനിക്ക് ഭയങ്കരമായിട്ട് ആത്മധൈര്യം തരുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. അപ്പൊ എന്ത് വന്നാലും ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് അകത്തൂട്ടിരിക്കും. ഞാൻ ഇന്നിപ്പോ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായി, ആരാധനയ്ക്ക് പോയി വന്നു. അത് എനിക്ക് നടക്കാൻ കാലിന് ഒരു ഇത്തിരി കുഴപ്പമുണ്ട്. 2 കാലും അതൊക്കെ ഈ സൂമിൽ കയറിയ പിന്നെ എല്ലാത്തിനും ഭയങ്കര സൗഖ്യങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. അടിക്കടി സൗഖ്യം കിട്ടുന്നുണ്ട്. പ്രായം 66 നടക്കാനായിട്ടുള്ള കാലിന് 2 കാലും വെരിക്കോസിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഭയങ്കരമായിട്ട് തടിച്ച് ഭയങ്കര നീര് വന്ന് മുട്ടിക്കായിരുന്നു. പക്ഷെ ഈ സൂമിൽ കയറി പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം ഞരമ്പുകളൊക്കെ ഇങ്ങനെ ഒട്ടി തുടങ്ങി, കാലിന്റെ നീരൊക്കെ പോയി. നടക്കാനാ പിന്നെ ഇത് സിസ്റ്റർ ഒരു കാര്യം ചെയ്യട്ടെ. 23 വർഷമായിട്ട് സിസ്റ്റർക്ക് ഉണ്ടായിരുന്ന ഈ കൈയുടെ ബുദ്ധിമുട്ട് ഇപ്പൊ സിസ്റ്റർക്കടെ വേദനയുണ്ടോ? വേദനയും ബുദ്ധിമുട്ടോ നീരോ വല്ലതും ഉണ്ടോ? ഇല്ല, ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ ഞാനത് ഇപ്പൊ പറഞ്ഞ പോലെ വെരിക്കോസ് വൈന്റെ കാലിൽ നീരുണ്ടായിരുന്നു, അതിന്റെ ബുദ്ധിമുട്ട് പൊട്ടുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി, അതെല്ലാം കുറഞ്ഞു. ഇപ്പൊ നടക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ സിസ്റ്റർക്ക് അല്ലേ? ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ വീട്ടിലെല്ലാ ജോലിയൊക്കെ ചെയ്യും. എത്ര ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർക്ക്? കാലില് ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല, ഒരു വെറുതെ ഒരു ഓല ഷെഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി, ഞാൻ ആദ്യം ഒരു ബ്രദറിനോട് പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ മോന്റെ മൊബൈലിൽ ഇങ്ങനെ വെറുതെ തോണ്ടി, എനിക്കറിയില്ല ഇത് തോണ്ടാൻ. ഞാൻ ഈ സൂമിൽ കയറിയതിന് ശേഷം ഇത് എടുത്തു തന്നത് എൻ്റെ മകന്റെ ഭാര്യയാണ്. ഈ സൂമിൽ പ്രെയറിൽ കയറാൻ ഞാനും പറഞ്ഞു, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കാമല്ലോ, ഞാൻ എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാതിരിക്കുക. അങ്ങനെ അവളാണ് എടുത്തു തന്നത്. അപ്പൊ അതിന് ശേഷം ഞാൻ ഇതിങ്ങനെ കണ്ട് പ്രാർത്ഥനയിൽ കയറിയത്. അതിന് ശേഷം എൻ്റെ കാര്യം, ഞാൻ ചർച്ചിൽ പോകുന്നുണ്ടെങ്കിലും ഇത്ര ധൈര്യം, ഇത്ര ഉറപ്പും എനിക്ക് കിട്ടിയായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് ഇത്രയ്ക്ക് ഉറപ്പും ഇത്രയ്ക്ക് ബലം കിട്ടിയത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിക്കുക, ഇടയ്ക്ക് കയറുന്നതിന് ക്ഷമിക്കണം, നോക്കിയോട്ടെ. കാര്യം ആ സാക്ഷ്യം വലിയൊരു അത്ഭുതമാണ്. കാരണം വെച്ചാൽ ചോദ്യം കാരണം അനേക രോഗികൾക്ക് ഇത് കേൾക്കുമ്പോൾ അവർക്ക് കർത്താവിൽ വിശ്വസിക്കുവാനും രോഗസൗഖ്യങ്ങൾ നേടാനും ഉള്ളൊരു സാക്ഷ്യമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. പ്രിയ 23 വർഷം മുമ്പ് വീഴ്ച നിമിത്തമുണ്ടായ കായിയുടെ ബുദ്ധിമുട്ട്, എപ്പോഴും കൈ അനക്കിയ നീരുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. 23 വർഷമായിട്ട് അത് അനുഭവിക്കുമായിരുന്നു. പക്ഷെ സൂം പ്രയറിൽ കയറി വചനം കേട്ടു, യേശുവിലുള്ള സൗഖ്യത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ കേട്ടു, വിശ്വസിച്ചു, ഏറ്റെടുത്തു. ഇപ്പൊ ആ വേദന പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്ന് മാറിയിരിക്കുന്നത്. അതല്ലേ സിസ്റ്റർ പറഞ്ഞത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കാലയിൽ വെരിക്കോസ് വൈന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പൊട്ടിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് യേശു സൗഖ്യമാക്കി. ഇപ്പൊ എല്ലാ പണിയും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ലേ സിസ്റ്റർ പറഞ്ഞത്?
ഉവ്വ ഉവ്വ എല്ലാ പണിയും ചെയ്യണം. 3 പ്രാവശ്യം പൊട്ടി ബ്ലഡ് കണ്ടുമാണ് പോലും ആസ്പത്രി. ഇപ്പൊ എന്റെ ഈ കൈ പൊന്തിക്കാൻ പറ്റി, കൈ മടക്കാൻ പറ്റിയപ്പോ ഞങ്ങളുടെ അടുത്തൊരു മകള് വീണിട്ട് കൈ ആസ്പത്രിയിലൊക്കെ പോയി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ 2 ദിവസം രാത്രിയിലും പകലിലും പോയി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൈ വെച്ച്. എന്നിട്ട് ഞാൻ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. അവളൊരു ഹിന്ദു ഇതിലുള്ളതാണ്. അപ്പൊ അവൾക്ക് അന്നൊക്കെ ഒരു ഭയങ്കര, പിന്നെ അവര് ഈ അമ്പലത്തിൽ പോക്കൊക്കെ തുടങ്ങിയ പിന്നെ അവളുടെ കൈ പൊന്തിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്ന വചനം വെച്ച് പ്രാർത്ഥിക്കും. ജാതി മതമല്ല യേശുവിന്റെ അടുപ്പിന് ഒരാൾ സൗഖ്യം, നീ എന്റെ കൈ നോക്കിയാൻ. അപ്പൊ ചേച്ചിയുടെ കൈ എങ്ങനെ നീര് പോയി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒരു മരുന്നും ചെയ്തിട്ടില്ല, ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ പ്രാർത്ഥിച്ച ദൈവം ഇവിടെ നമുക്ക് പ്രതിഫലം തരും. ഈ പ്രാർത്ഥിക്ക്. അപ്പൊ പാസ്റ്റർ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ഒന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോളാം. അപ്പൊ അത്ഭുത സാധ്യതയാണ് ഇത് സാക്ഷ്യമായിട്ട് നിങ്ങൾ വലിയ പ്രവൃത്തിയായിട്ട് തന്നെ കർത്താവ് ഇത് മാറ്റും. വലിയ സാക്ഷ്യമായിട്ട് തന്നെ ദൈവം മാറ്റും. ഇത് അത്ഭുതകരമായ പ്രവൃത്തികളാണ് ഇപ്പൊ കർത്താവ് നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നത്. വലിയ സാക്ഷ്യം തന്നെയാണ് സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. 23 വർഷമായിട്ട് ഞാൻ ആ സാക്ഷ്യം ഒന്ന് സിസ്റ്ററിൽ നിന്നൊന്ന് എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ പലപ്പോഴും ഇതിലെടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത് കേൾക്കുന്ന അനേകർക്ക് ഇതൊരു അത്ഭുതമാണ്. ഇത്ര വർഷം വേദനയാലും രോഗത്താലും ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ സത്യവചനം കേട്ടപ്പം സൗഖ്യം നടന്നു. കാലിൽ പറഞ്ഞല്ലോ അത് പൊട്ടി ബ്ലഡ് വരുന്ന അവസ്ഥ വരെ വന്നു. പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ യേശുവിന്റെ വചനത്തിൽ വിശ്വസിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ രോഗസൗഖ്യം അനുഭവിക്കണം എന്നുള്ള ക്ലാസ്സുകൾ കേട്ടു. അത് അനുഭവിച്ചു. ഇത് നടക്കുന്നു, ഓടുന്നു, പണി ചെയ്യുന്നു. 68 വയസ്സുണ്ടെന്നാണ് സൗരി പറഞ്ഞത്. ഈ കർത്താവ് വിടുവിച്ച കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആ ദൈവദാസനെ ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചു, കത്തിവെക്കാതെ ദൈവം അത്ഭുതം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നോണം. ദൈവം അത്ഭുത സാക്ഷിയാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പള്ളിയിൽ എങ്ങനെയാണോ പ്രാർത്ഥനയിൽ ഇരിക്കുന്നത്, ഞാൻ ആരോടും ദേഷ്യപ്പെടാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പം ചില കാര്യങ്ങൾ ആ ഒരു ഫ്ലോ ഉണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ. അത് നിങ്ങൾ ഒരിക്കലും അതിനെ ലഘൂകരിച്ച് കാണരുത്, നിസ്സാരമായിട്ട് കാണരുത്. അവിടെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇടപെടുന്ന സമയമാണ്. അപ്പം നമ്മൾ അനാവശ്യമായിട്ട് വർത്തമാനം പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വഴിക്ക് പോകത്തേ ഉള്ളൂ. എപ്പോഴും ബൈബിളൊരു വാക്യമുണ്ട്, അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ദൈവമേ, കർത്താവിന്റെ സന്നിധിക്കുമ്പോൾ എനിക്കൊരു ആലോചനയുണ്ട്, എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഈ ദൈവം നമ്മളെ ഒരു പ്രവാചക ശുശ്രൂഷയിൽ ദൈവം ഈ കൂട്ടായ്മയിൽ ആക്കി വെച്ചിരിക്കുന്നത് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി, ഇടപെടാനും വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോണം, വളരെ സീരിയസ് ആയിട്ടിരിക്കണം. ഞാൻ എപ്പോഴും ഓർപ്പിക്കുകയാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. ഞാൻ പിശാചിനെ ഉയർത്തുവല്ല, പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവ സാന്നിധ്യത്തെ നമ്മൾ ബഹുമാനിക്കണം, ദൈവദാസന്മാരെ ബഹുമാനിക്കണം. കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷിക്കുന്നവരെ നിങ്ങൾ ബഹുമാനിക്കുക. റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ പുരോഹിതനെ ദൈവത്തിന്റെ ആക്കി വെച്ചിരിക്കുന്ന പദവിയിൽ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളിൽ പെരുകട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന എപ്പോഴും ഞാൻ ഓർപ്പിക്കുന്നത്, നിങ്ങളെ ആ ഒരു മനസ്സോടെ വേണം നിങ്ങൾ. ഒരു സൂം അല്ലേ, എൻ്റെ വീട്ടിലല്ലേ എന്നുള്ള രീതി വേണ്ട. നാളെ മുതൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ വീടിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നത് അതുപോലെ ഇരിക്കാവുള്ളൂ. കട്ടിലേക്ക് കിടന്നോ, ടോയ്ലറ്റിൽ ഇരുന്നോ, നടന്നുകൊണ്ടോ ഇരുന്നുകൊണ്ട്, കറി വെക്കാനോ കഞ്ഞി വെക്കാനോ ഇരുന്നുകൊണ്ട് സൂം പ്രയർ നിങ്ങൾ യൂട്യൂബിൽ എങ്ങനെ വേണമെങ്കിലും കേട്ടോ. കാര്യം യൂട്യൂബിൽ നിങ്ങൾക്ക് ഇത് ലൈവ് പോകുന്നതല്ല. യൂട്യൂബിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് കേൾക്കുന്നവരായിരിക്കും ഇത്. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ യാത്ര ചെയ്ത് കേൾക്കാം. പക്ഷേ ലൈവ് പ്രാർത്ഥനയിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പം നമ്മൾ ആ ലൈവായിട്ട് അത് അനുഭവിക്കുകയാണ്. അത് വ്യത്യാസമുണ്ട്. എപ്പോഴും ഓർത്തോണം, ലൈവ് ഇത് അനുഭവിക്കുമ്പോൾ ഇത് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ലൈവിൽ ആ പ്രസൻസ് അനുഭവിക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് നിൽക്കുന്നത്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വലിയ പ്രവർത്തികളാൽ